പ്രാധാന്യം അറിയിക്കുന്ന കണ്ണോത്ത് കണ്ണനൊരു പിടി മണ്ണ് അല്ലെങ്കിൽ ഒരടി മണ്ണ് നല്ല ഒരു പരസ്യം കൊടുത്തുകൊണ്ട് നാം ജനങ്ങളെ ആഹ്വാനം ചെയ്ത് രാമായണ സത്രം അതിഗംഭീരമായിട്ട് നമ്മൾ ആചരിച്ച ഒരു സ്ഥലം സ്വന്തമാക്കാനുള്ളൊരു വ്യഗ്രത വരാഹമൂർത്തി അനുഗ്രഹിച്ചേകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. നഷ്ടപ്പെട്ടു പോയ ഭൂമി വീണ്ടെടുക്കുക എന്ന് പറയുന്നൊരു കൃത്യമാണ് വരാഹമൂർത്തി അനുഷ്ഠിച്ചത്. നഷ്ടപ്പെട്ടു പോയ ഭൂമി സത്യത്തിൽ ഈശാവാസ്യമിതം സർവം എന്ന് അതിസുന്ദരമായിട്ടുള്ള ഈശാവാസ്യ ഉപനിഷത്ത് ഘോഷിക്കുന്ന പോലെ, ഭാഗവതത്തിൽ ആത്മാവാസമിതം സർവം എന്ന് പറയുന്ന പോലെ ഈശ്വരൻ്റേതായിട്ട് മാത്രമേ എല്ലാം ഉള്ളൂ, മറ്റ് ആർക്കും യാതൊന്നുമില്ല എന്നുള്ള മട്ടിൽ അന്യനല്ലാത്തൊരു ഈശ്വരന്, ശ്രദ്ധിക്കുക, അന്യനല്ലാത്ത ഒരു ഈശ്വരൻ്റെ അതാണ് ഈ സകലതും എന്നുള്ള ചിന്തയോടുകൂടി ഈശ്വരസേവ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഭാഗവത പ്രേമികൾ അവരന്വേഷിക്കുന്നതും എന്നെ, അവർ കണ്ടെത്തുന്നതും എന്നെ. തത് എന്ന് പറയുന്നത് ഇല്ലാതെയായി, ത്വം എന്ന് പറയുന്നതും ഇല്ലാതെയായി, അതും ഇതും ഒന്നുമില്ലാതെയായി, അതും നീയും ഇല്ലാതെയായി. അസി എന്ന് പറയുന്ന യോജിക്കുന്ന പദപ്രയോഗത്തിലൂടെ തത്വമസ്യാദി മഹാവാക്യങ്ങളിലൂടെ കടന്ന് ഞാനും നീയും ഇല്ലാതെയായി. എന്നിലെ ഞാനും നിന്നിലെ നീയും ഒന്ന് എന്നുള്ള മട്ടിലേക്ക് കടന്നു വന്നപ്പോൾ അദ്വൈതത്തിൻ്റെ അനുഭൂതി എന്ന് പറയുന്ന നുകർന്നുകൊണ്ട് നാം നേടുന്നതാണ് പരമമായിരിക്കുന്ന പരമഹംസ ജ്ഞാനം. ഏതൊരു പരമഹംസ ജ്ഞാനമാണോ ഇത്തരത്തിൽ നമ്മൾ സമാർജിക്കുന്നത്, ആ പരമഹംസ ജ്ഞാനം കൊണ്ട് കിട്ടുന്ന അനുഭൂതി, അതാണ് മുക്തി. നമ്മളെല്ലാവരും തന്നെ മുക്തന്മാരാകാൻ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കണ്ണോത്ത് ദേവർക്ക് കണ്ണോത്ത് കണ്ണനൊരു അടിമണ്ണ് എന്ന് പറഞ്ഞുകൊണ്ട് നാം തുടങ്ങിയിരിക്കുന്ന ഉദ്യമം, അതിൽ സർവാത്മനാ സകലരും സഹകരിച്ചുകൊണ്ട് ആ സ്ഥലവും കൂടി നമുക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു കൃതാർത്ഥത ഈശ്വരന്. അപ്പോൾ എല്ലാ തരത്തിലും ഈശ്വരൻ എന്ന് പറയുന്ന തത്വത്തെയും സത്യത്തെയും എല്ലാം തന്നെ സാക്ഷാത്കരിച്ച് പൂർവികർ പറഞ്ഞത് എന്നിൽ നിന്ന് വിഭിന്നനായിട്ടൊരു ഈശ്വരൻ ഇല്ല എന്ന് തന്നെയാണ്. അഭിന്നമായിരിക്കുന്നൊരവസ്ഥ. അദ്വൈതം എന്ന് പറയുന്നൊരനുഭൂതി വേദാന്തത്തിൻ്റെ പരമകാഷ്ഠ. അവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഇതാ ഒരു പിടി മണ്ണ്, ഒരടിമണ്ണ് ഭഗവാന്റെ വേദിയിലേക്ക്, ഭഗവാന്റെ സ്ഥലത്തേക്ക് കൂട്ടിച്ചേർക്കത്തക്ക രീതിയിലുള്ള ആ സദുദ്യമം, അതിൽ പങ്കെടുക്കാൻ ആരും മറക്കാതിരിക്കുക. എല്ലാ തരത്തിലൊരു പൂർണ്ണത കൈവരിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ക്ഷേത്രം മാറട്ടെ. പണ്ട് നമ്മൾ, എൻ്റെ ചെറുപ്രായത്തിൽ വീട് വയ്ക്കുന്നതിന് വേണ്ടി സ്ഥപതി, സ്ഥാനക്കാരൻ, ഒളിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കോലും, മുഴക്കോല്, അതുമായിട്ട് വന്നിങ്ങനെ സ്ഥാനനിർണയം നടത്തുമ്പോൾ അധികം സ്ഥലമുണ്ടായിരുന്നു. സ്ഥലം 4 വിഭജിച്ച് അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഖണ്ഡത്തിൽ പുരവയ്ക്കാനുള്ള സ്ഥാനം നിർണയിച്ച് കിട്ടിയിരിക്കുന്നു. പക്ഷേ കാലം അതിക്രമിച്ചിങ്ങനെ കടന്നുപോയപ്പോൾ സ്ഥലത്തിൻ്റെ പരിമിതി കാരണം 4 വിഭജിക്കാനോ അതിൽ നല്ല ഉത്തമമായിരിക്കുന്ന ഒരു ഖണ്ഡം തിരിക്കാനോ സാധിക്കാതെ വന്നപ്പോൾ അല്പക്ഷേത്ര എന്നുള്ള പ്രയോഗത്തിലൂടെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ, അവിടെ പുരവയ്ക്കുന്ന രീതിയായി. നമ്മുടെ ക്ഷേത്രത്തിലും ചുറ്റുമുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ ക്ഷേത്രത്തിൻ്റേത്. കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ശ്രീകോവിലിൻ്റെ കണക്കും വാതിലിൻ്റെ കണക്കും പുറത്തേക്കുള്ള വരവും ചുറ്റമ്പലത്തിൻ്റെ നിർമ്മിതിയുമെല്ലാം തന്നെ കഴിഞ്ഞുകൊണ്ട് ആനപ്പന്തലും അത്തരത്തിലുള്ള പ്രാകാരങ്ങളെല്ലാം തന്നെ കടന്ന് നമ്മൾ പുറമതിലിലേക്ക് വരുമ്പോൾ ഉണ്ടാകേണ്ട വിസ്താരം, അത് വാസ്തവത്തിൽ പൂർണ്ണമായിട്ട് കിട്ടാൻ പറ്റാത്ത ഒരവസ്ഥയാണിന്ന്. കാരണം എന്താ? അല്പക്ഷേത്രം, വീട് നിർമ്മിക്കുന്ന പോലെ തന്നെ. പക്ഷേ നമുക്കൊരു കാര്യം സ്പഷ്ടമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ശരീരം എപ്രകാരമാണോ ഇത്രമാത്രം നിർമ്മിച്ച് കിട്ടിയത്,
ആ ശരീരത്തിന് ഉതകുന്ന രീതിയിലൊരു സ്പേസ് ആവശ്യമാണ്. ഇന്ന് വലിയ വലിയ വീടുകളുണ്ടെങ്കിലും കണക്കും കയ്യുമെല്ലാം തന്നെ തെറ്റിയിട്ട് അവിടെ വസിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗഗ്രസ്തമായിരിക്കുന്ന ഒരവസ്ഥയ്ക്ക് കാരണം തന്നെ കണക്ക് തെറ്റിയത് കൊണ്ടാണ്. നമ്മുടെ ക്ഷേത്രത്തിൻ്റെയും കണക്ക് തെറ്റാതിരിക്കാൻ ചുറ്റുമുള്ള സ്ഥലമെല്ലാം തന്നെ നമുക്ക് സമാർജിക്കാൻ കഴിഞ്ഞാൽ കണക്കൊപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ ചുറ്റമ്പലത്തോടൊപ്പം തന്നെ ചുറ്റുമതിലും 4 ഗോപുരങ്ങളും എല്ലാം തന്നെ ഉണ്ടായി കഴിഞ്ഞാലുണ്ടാകുന്ന നാടിൻ്റെ ഉണർവ്, ശ്രേയസ്സും പ്രേയസ്സും എല്ലാം തന്നെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകട്ടെ. അതിനുള്ള ഉദ്യമം പ്രാവർത്തികമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമുക്ക് കിടക്കാം. പ്രത്യേകിച്ചും വരാഹാവതാരമായതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ ഭൂമി വീണ്ടെടുക്കുക എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്ത ആ അവതാര സ്വരൂപം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ ഭൂമി കിട്ടാനുള്ള അനുഗ്രഹം എല്ലാം തന്നെ കിട്ടിയേ മതിയാവും. വ്യാഖ്യാനങ്ങൾ കടന്ന് ഭൂമി എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു സ്ഥാവര വസ്തു എന്നുള്ള മട്ടിലല്ല, അതിനേക്കാൾ ശരീരം എന്നുള്ള രീതിയിലാണ് എന്നെല്ലാം പറയുമ്പോഴും ഈ ശരീരമിരിക്കാനായിട്ട് വാമനാവതാരം വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, ആ കൊച്ചു കുള്ളനായിരിക്കുന്ന കുട്ടി ആവശ്യപ്പെട്ടത് വെറും 3 അടി പ്രദേശമാണ്. കാരണം എന്താ? ശരീരം വെച്ചുകൊണ്ട് ഇരുന്ന് ജപിക്കാൻ പറ്റുന്ന ഒരിടമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. സ്ഥലം വേണം. അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നതില്ലാതെ നമ്മുടെ കാര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് കണ്ടത് കൊണ്ടാണ് കണക്കുകൾ ഉണ്ടായത്. ഇതൊന്നും ഇല്ലാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നു നമുക്ക്. വേദകാലമോ അല്ലെങ്കിൽ അതിനു മുമ്പോ അതിന് പിൻപോ ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്ക് വാസ്തവത്തിൽ ലോകമേ തറവാട്, തനിക്ക് പുൽക്കളും പുഴുക്കളും എല്ലാം തന്നെ ഈ പറയുന്ന നമ്മുടെ വീട്ടുകാർ വസുദൈവ കുടുംബകം എന്ന് പറയുന്ന രീതിയിൽ എല്ലാവരെയും ഒരുപോലെ കണ്ടിരുന്ന കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ക്ഷേത്രത്തിൻ്റെ ആവശ്യകതയില്ല. വീടും വേണ്ട. വീടും കുടിയുമില്ലാതെ മഴയും കൊണ്ട് ധുംകടൈ ലോകം എന്ന് പറയുന്ന വാണ്ടറിങ് ആ ടൈപ്പിലുള്ള ജനങ്ങളെല്ലാം തന്നെ ജീവിച്ചു പോകുന്ന സംസ്കാരമില്ലാത്തൊരു കാലമെന്ന് നിങ്ങളൊരു പക്ഷേ പറഞ്ഞേക്കാം. എങ്കിലും മനുഷ്യത്വമുള്ള ആ കാലഘട്ടം നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. അപ്പോൾ എല്ലാ തരത്തിലും അതിൽ നിന്നെല്ലാം തന്നെ മാറ്റം വന്ന പരിഷ്കാരവും സംസ്കാരവും എല്ലാം തന്നെ നമ്മളെ അനുഗ്രഹിച്ചപ്പോൾ നമുക്കുണ്ടായ മാറ്റങ്ങൾക്ക് വിധേയമാകുകയാണ് നമ്മുടെ ക്ഷേത്രവും. അതിസുന്ദരമായിട്ടുള്ളൊരു പ്രദേശവും കൂടി നമുക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ കിട്ടുന്ന ആ ക്ഷേത്രത്തിൻ്റെ വ്യാപ്തി, വിസ്താരം, ആ വിസ്താരം ഉണ്ടാകുന്നതിൻ്റെ മഹനീയമായിരിക്കുന്ന ഒരവസ്ഥ, മഹത്വപൂർണ്ണമായിരിക്കുന്ന സ്ഥിതിവിശേഷം ഇതെല്ലാം തന്നെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്ന് ജപിക്കാം ഈ വരാഹമൂർത്തിയെ. ഓം നമോ ഭഗവതേ വരാഹരൂപായ ഭൂർഭുവസ്വപതയേ ഭൂപതി ത്വം മേ ദേഹി തഥാപയ ഭൂപതി ത്വം മേ ദേഹി തഥാപയ. ഓം നമോ ഭഗവതേ വരാഹരൂപായ ഭൂർഭുവസ്വപതയേ ഭൂപതി ത്വം മേ ദേഹി തഥാപയ. ഓം നമോ ഭഗവതേ വരാഹരൂപായ ഭൂർഭുവസ്വപതയേ ഭൂപതി ത്വം മേ ദേഹി തഥാപയ. വളരെയേറെ പ്രാധാന്യം അറിയിക്കുന്ന അനവധി പദങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് വരാഹമൂർത്തിയെ നമ്മൾ ആവാഹിച്ച് ആഹ്വാനം ചെയ്യുന്ന സംഗതി മുഴുവൻ ഞാൻ ഭൂമിയുടെ പതിയായി തീരണമെന്നാണ്. ഭൂവസ്വപതയെ നമ്മുടെ കണ്ണോത്ത് ദേവരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ പറ്റിയും നമുക്ക് ഇത് തന്നെ പറയാം. കാരണം അദ്ദേഹത്തിൻ്റെ അവതാരമാണ് വരാഹമൂർത്തി. നമ്മൾ വേറിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് വാസ്തവത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു പോകുന്നത്. കണ്ണൻ്റെ ആ അവതാര സ്വരൂപത്തിൽ തന്നെ നാം കാണാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവിടെ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ കഴിയും നരസിംഹത്തെ, വരാഹമൂർത്തിയെ, വാമനനെ, എല്ലാത്തിനെയും. വാവിളർന്നു കാണിച്ച കണ്ണൻ്റെ വായിൽ കണ്ടതെല്ലാം തന്നെ അമ്മയെ അതിശയിപ്പിച്ചു എങ്കിൽ, യശോദാമ്മ പരിഭ്രാന്ത ചിത്തയായിട്ട് അവിടെ വർത്തിച്ചുവെങ്കിൽ അതിന് കാരണം എന്താ? അദ്ദേഹത്തിലില്ലാത്തതെങ്ങുമില്ല. ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന സകലതും പ്രകടമാക്കിയാണ് ഈ പറയുന്ന കൊച്ചു കണ്ണൻ. കണ്ണോത്ത് കണ്ണനും സർവസ്വവും തൻ്റെ ഉള്ളിൽ അടക്കി ഒതുക്കിയിരിക്കുന്ന ബ്രഹ്മാണ്ടത്തെ മുഴുവൻ ഉള്ളിൽ ഒതുക്കിയിരിക്കുന്ന അദ്ദേഹത്തിന് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഭൂമി സ്വന്തമാക്കുക എന്ന് പറയുന്നത്.
പക്ഷേ അതെല്ലാം തന്നെ പ്രാപഞ്ചികരായിട്ടുള്ള നമുക്ക് വാസ്തവത്തിൽ തികച്ചും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, യാചിക്കുന്നത്, ചോദിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, ആവശ്യങ്ങളെല്ലാം തന്നെ ഉന്നയിക്കുന്നത്. അക്കൂട്ടത്തിൽ നമ്മളും ചോദിച്ചു എന്ന് മാത്രം. അല്ലയോ കണ്ണോത്ത് ദേവരെ, ഇത്തവണത്തെ സപ്താഹത്തിൻ്റെ ഉദ്ദേശം തന്നെ ഇത്തരത്തിൽ ചുറ്റുപാടുകൾ ഓരോന്നോരോന്നായിട്ടിങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ ഞങ്ങൾക്ക് ഭഗവാൻ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഇനിയും കൂടുതൽ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കി തന്നുകൊണ്ട് അനുഗ്രഹം വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുക. അത് ഇത്തവണത്തെ സപ്താഹത്തിൻ്റെ ലക്ഷ്യമായിട്ട് മാറട്ടെ. എന്തിനു വേണ്ടിയിട്ട് ഈ സപ്താഹം എന്ന് ചോദിച്ചാൽ അതിനു വേണ്ടിയിട്ട്. ഇതൊരു കൽപ്പതരുവായതുകൊണ്ട്, കാമധേനുവായതുകൊണ്ട് ഭഗവാനോട്, ഭാഗവതത്തോട് എന്ത് ചോദിച്ചാലും കിട്ടിയേ മതിയാവൂ. കാരണം ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണേ വഹി. അവിടെ വാസ്തവത്തിൽ സംസാരം എന്ന് പറയുന്ന ജന്മമരണ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പ്രാർത്ഥിച്ചത്. എങ്കിൽ കൂടി അത് കാമധേനുവിനെ ചോദിക്കുന്നതെല്ലാം തന്നെ കൊടുക്കുന്ന കാമധേനുവിനും അത് കൽപ്പതരുവിനുമൊക്കെ സദൃശമായിട്ടുള്ള ഈശ്വര സ്വരൂപം ആയതുകൊണ്ട് ഭാഗവതത്തോട് പറയാം, ഭഗവാനോട് പറയാം, തമ്മിൽ വ്യത്യാസമില്ലാത്ത ആ ഈശ്വര ചിന്ത നമുക്ക് വളർത്തിയെടുക്കുകയും ചെയ്യാം. ഒന്ന് ജപിച്ചാലോ? സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാം ഉദ്ധര ഭവർണവ. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. വിഷയത്തിലൂടെ നമ്മൾ ഒഴുകി ഇന്നലെ പോന്നത് ഏറ്റവും മുന്നോട്ട് പോയിട്ട് പുറകോട്ട് വരുന്ന രീതിയായിരുന്നു. പ്രത്യേകിച്ചും നമ്മൾ കാണുന്ന ഞണ്ടിൻ്റെ രീതി. ഞണ്ട് കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകതയാണ് ഈ ഞണ്ടിൻ്റെ പുറകോട്ടുള്ള പോക്ക്. അതുപോലെ നമ്മൾ റിവേഴ്സ് എടുത്തുകൊണ്ട് എവിടെയാണോ ഈ പറയുന്ന 6-ാമത്തെ അധ്യായം മാഹാത്മ്യത്തിൽ നമ്മൾ പറഞ്ഞു വച്ചത്, അവിടെ നിന്ന് പുറകോട്ട് വന്നപ്പോൾ ദുന്ദകാരി എന്ന് പറയുന്ന ദുർമൃതി പ്രേതത്തിന് മോക്ഷം കിട്ടുന്ന പദവിയിലേക്ക് എങ്ങനെ പോകാം എന്നുള്ള ചിന്ത നമ്മളെ കൊണ്ടുചെന്നെത്തിച്ചു. അവിടെയാണ് ഗോകർണൻ എന്ന് പറയുന്ന വിവേകശാലി ഗോകർണൻ, അദ്ദേഹത്തെയാണ് നമ്മൾ അപഗ്രഹിച്ച് വഴിച്ചുകൊണ്ട് പോകുന്നത്. വളരെയേറെ സ്തുത്യർഹമാം വിധം എല്ലാം തന്നെ ശ്രവിച്ചും മനനം ചെയ്തും നിധിധ്യാസനത്തിലൂടെ നിത്യാനിത്യ വിവേകത്തെ, സത്യത്തെ അസത്യത്തിൽ നിന്ന് വേർപെടുത്തിക്കൊണ്ട് സത്യം മാത്രം സാക്ഷാത്കരിച്ച ഒരു മഹാനുഭാവനായിരിക്കുന്ന ഗോകർണൻ, അദ്ദേഹം നടത്തുന്ന സപ്താഹവേദിയാണ് വാസ്തവത്തിൽ ദുന്ദകാരി എന്ന് പറയുന്ന ദുർമൃതി പ്രേതത്തിന് മോചനം നൽകിയത്. അവിടെ നമ്മൾ വന്നു നിന്നത് ഒരു ദ്വാരം കണ്ടിട്ട് ദ്വാരത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്ന കീചകം എന്ന് വിശേഷിപ്പിക്കുന്ന വണ്ട് തുളച്ച തുളയിലൂടെ കടന്നുകൂടിയ പ്രേതം, സൂക്ഷ്മശരീരമായിരിക്കുന്ന ശരീരിയായിരിക്കുന്ന ഈ പ്രേതം അതിലൂടെ കടന്ന് കയറി പോകുന്ന രീതിയാണ് നമ്മൾ കണ്ടത്. മാഹാത്മ്യത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇന്നലത്തെ വിഷയത്തെ ഊർധ്വഗതിക്ക് ഉതകുന്ന ഭാഗവതം എന്ന് പറയാൻ കാരണം. നമ്മളിവിടെ ഇരുന്നു കൊണ്ട് സാധിക്കേണ്ട ഒരു കാര്യമാണ് ഉണർന്നുയർന്ന് കയറുക. ഉപനിഷത് വാക്യം, ആഹ്വാനം തികച്ചും അർത്ഥവത്ത് ആക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ജന്മം. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരൻ നിബോധത. നമ്മളെല്ലാവരും തന്നെ ഉറങ്ങിക്കിടക്കുന്നൊരവസ്ഥയിൽ നിന്ന് ഉണർന്ന് എഴുന്നേറ്റ് മുകളിലേക്ക് കയറിയേ മതിയാകൂ. മൂലാധാരത്തിൽ ചെന്ന് കിടക്കുന്ന ജീവൻ നമ്മൾ പരമാത്മസ്വരൂപം തന്നെയാണെന്നുള്ള ബോധമില്ലാതെ തലകിഴക്കണന്തൊക്കെയായിട്ടുള്ള അമ്മയോടൊപ്പം ശയിച്ച് സുഖിച്ച് അമൃതാനുഭൂതി ഇതാണ് എന്ന് കരുതിക്കൊണ്ട് ചെളിക്കൊണ്ടിൽ കിടക്കുന്ന കുട്ടി, അഥവാ ഈ പറയുന്ന ജീവസ്വരൂപം, അതവിടെ ഉത്തിഷ്ഠത ജാഗ്രത എന്ന് പറയുന്ന രീതിയിൽ ഇങ്ങനെ ഉണർന്ന് എഴുന്നേറ്റ് മുകളിലേക്ക് കയറുന്ന രീതിയാണ് ഇന്നലെ കണ്ട് ഈ ഷഡ്ചക്രങ്ങളെ ഭേദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സോപാനങ്ങളെയെല്ലാം തന്നെ ഛേദിച്ചുകൊണ്ട് ഓരോരോ പടികൾ കടന്നുകൊണ്ട് ഈ പ്രേതം മുകളിലേക്ക് എത്തിയത് പ്രേതത്തിന് പോലും സാധിക്കുന്നു. അതുപോലെ ഉണക്കക്കമ്പ് ഏതൊരു മുളങ്കമ്പാണോ ഉണക്കക്കമ്പാണോ യജ്ഞവേദിയിൽ ഉണ്ടായിരുന്നത്, അതിൻ്റെ ഈ ഗ്രന്ഥികൾ പൊട്ടുന്നു എന്ന് വെച്ചാൽ ആ ജഡസ്വരൂപത്തെ വിട്ടിട്ട് ചൈതന്യവത്തായിരിക്കുന്ന ഒരു ശരീരം കിട്ടിയിട്ടുള്ള നമുക്ക് എന്തുകൊണ്ട് പറഞ്ഞ രീതിയിൽ ആ ഗ്രന്ഥികളെ പൊട്ടിച്ചുകൂടാ? ഇതാണ് മറ്റൊരു ചിന്ത.
അപ്പോൾ എല്ലാ തരത്തിലും ഗ്രന്ഥികളെ പൊട്ടിക്കുക എന്ന് പറയുന്ന ചിന്തയല്ലാതെ ഭാഗവത്തിൽ മറ്റു യാതൊന്നുമില്ല. കാമക്രോധാദികളെല്ലാം തന്നെ ഇല്ലാതെയാകട്ടെ. ഷഡ്വൈരികൾക്ക് വിളയാട്ടത്തിനാക്കരുത് ചിത്താംബുജം മമ, എഴുത്തച്ഛൻ പാടിയതാണ്. 6 ശത്രുക്കൾ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഈ 6 വിളയാട്ടം എൻ്റെ ഉള്ളിൽ പാടില്ല. ഷഡ്വൈരികൾക്ക് വിളയാട്ടത്തിനാക്കരുത് ചിത്താംബുജം മമ, ഇതെല്ലാം തന്നെ പാടുന്ന അദ്ദേഹം എന്തെല്ലാം വിദ്യയുടെ പല പല തലങ്ങൾ ഇങ്ങനെ താണ്ടിയിട്ടാണ്, പല പല അനുഭൂതികൾ അനുഭവിച്ചുകൊണ്ടാണ് ഡെക്കാമൃദംഗ തൊടിതാളങ്ങൾ പോലെയുടെ ഓർക്കാമെന്ന് പാടിയത്. അദ്ദേഹം തന്നെ ഡംഭാതിദോഷമുടെ നെട്ടും കളഞ്ഞ് ഹൃദയ മുമ്പേ നിജാസനം ഉറച്ച് ഏകനാടിയുടെ കമ്പം കളഞ്ഞ് നിലയാറും കടപ്പതിന് തുമ്പങ്ങൾ തീർക്ക എന്ന് പാടിയതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്രകാരമാണ് ഉണർന്നുയർന്ന് എത്തേണ്ട ലക്ഷ്യസ്ഥാനത്ത് എത്തേണ്ടത് എന്ന് പ്രേതം കാണിച്ചു തന്നത്, ദ്വന്ദ്വകാരി എന്ന് പറയുന്ന ദുർമൃതി പ്രേതം അനുഭവിച്ചത്, ഗോകർണൻ എന്ന് പറയുന്ന വിവേകശാലിയുടെ സപ്താഹ ശ്രവണത്തിലൂടെ അല്ലെങ്കിൽ വിവേകത്തിലൂടെ നിത്യാനിത്യ വിവേകത്തിലൂടെ സാധിച്ച ആ സംഗതിയാണ് ഭാഗവത്തിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള മാഹാത്മ്യത്തെ വിളിച്ചോതുന്നത്. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ എല്ലാ തരത്തിലും നമ്മൾ ജനിച്ചുപോയി എങ്കിൽ മരിക്കുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ നേടണം. സന്ദർഭവശാൽ ഞാൻ പറഞ്ഞില്ലേ, 6 പടൈ വീട് എന്ന് പറഞ്ഞുകൊണ്ട് ആഘോഷിക്കപ്പെട്ട മുരുകൻ്റെ 6 സങ്കേതങ്ങൾ കൊണ്ട് സാധിക്കുന്നത് എന്താ? പടി 6 കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാമെന്ന് പറയുന്ന പരമാത്മ സത്യത്തെയാണ്. പടി 6 കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാം. അപ്പോൾ അത്തരത്തിൽ ശ്രേഷ്ഠമായിരിക്കുന്ന സംഗതികൾ ഇവിടെ അയ്യപ്പസ്വാമിയെയും തമിഴന്മാര് പാപനാശത്തിൽ നിന്ന് ഇറങ്ങിപ്പുറപ്പെട്ടാൽ ഇവിടെ ഇരുമേലിയിൽ വന്ന് വിശുദ്ധീകൃതയും ഛേദിച്ചുകൊണ്ട് ആജ്ഞാചക്രം എന്ന് പറയുന്ന ശബരിമലയിൽ കടന്നു എന്ന് ചിന്മുദ്രാധാരിയായിരിക്കുന്ന ശാസ്താവിൻ്റെ ദർശനത്തിലൂടെ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് പിന്നെ കടക്കുന്ന തലയിലേക്കാണ്, സഹസ്രാര പത്മത്തിലേക്കാണ്, കനകമലയിലേക്കാണ്. അതൊരു മാനസികമായിരിക്കുന്ന ഒരു യാത്ര കൂടിയാണ് മനുഷ്യന് സംസിദ്ധമാകേണ്ടത്. മനുഷ്യനായിട്ട് ജനിച്ചൊരു വ്യക്തിക്ക് മാനസികമായിട്ടുള്ള യാത്ര അനിവാര്യമാണ്. ലക്ഷ്യം പ്രാപിക്കാനാണ് ദുന്തുകാരി കഥാഗോളത്തിൽ കടന്നു വന്ന് പറയേണ്ടി വന്നു എന്ന് മാത്രം. അപ്പോൾ എല്ലാ തരത്തിലും ഇതിന് ഉപോത്ബലകമായിരിക്കുന്ന കഥയിലെ ഉപദേശം കൊടുക്കുന്ന സൂര്യഭഗവാനാണ്. ഏതൊരു സൂര്യഭഗവാനാണോ നമുക്കെല്ലാം തന്നെ കൺകണ്ട ദൈവമായിട്ടുള്ളത്, ഏതൊരു സൂര്യഭഗവാനാണോ കുന്തി ദേവിയെ അനുഗ്രഹിച്ച് കർണനെ പ്രദാനം ചെയ്തത്, ഏതൊരു സൂര്യദേവന്റെ വംശത്തിലാണോ സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ ജനിച്ചത്, ഏതൊരു സൂര്യദേവനാണോ വാസ്തവത്തിൽ തേർത്തട്ടിൽ കടന്നു വന്നുകൊണ്ട് ഈ ഭഗവാനെ അനുഗ്രഹിച്ച് രാവണനെ കൊല്ലാനുള്ള ശക്തി ഏകിയത് ആ സൂര്യഭഗവാൻ, ഏതൊരു സൂര്യഭഗവാന്റെ പ്രചോദനം മൂലമാണോ ഗായത്രി ജപത്തിലൂടെ നമ്മൾ സാധിച്ചു കിട്ടുന്ന നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള പരമപദപ്രാപ്തി ഉണ്ടാകേണ്ടത്, അവിടെയെല്ലാം തന്നെ സൂര്യൻ്റെ അതിശക്തമായിരിക്കുന്ന തേജസ് നമ്മളെ ബാധിച്ചേ മതിയാകുമോ, തേജസ്സിലൂടെ ഉയർന്നേ മതിയാകും. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ കഥാഗോളങ്ങൾ ഓരോന്നിലും അടങ്ങിയിരിക്കുന്നത് എന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഗായത്രി ഒരു 3 പ്രാവശ്യം ജപിക്കാം. ഓം ഭർഭുവസ്വ തത്സവിതർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയായ ന പ്രചോദയാത്. ഓം ഭർഭുവസ്വ തത്സവിതർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയായ ന പ്രചോദയാത്. ഓം ഭർഭുവസ്വ തത്സവിതർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയായ ന പ്രചോദയാത്. ഇത്രമാത്രം സാധിക്കുക എന്ന് പറഞ്ഞാൽ സാധനയിലൂടെ സാധിക്കേണ്ടത് സാധിച്ച സാധ്യമെന്ന് പറയുന്ന വിഷയത്തിലേക്ക് കടന്നു എന്ന് ഒരു മനുഷ്യജന്മം സഫലമാകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ കാഴ്ചവെച്ച് ലക്ഷ്യത്തെ പ്രാപിച്ച നമ്മുടെ പൂർവ്വസൂരികൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ. പാരമഹംസ്യം അമലം ജ്ഞാനം പരങ്കീയതേ. അത്യുദാത്തമായിരിക്കുന്ന ഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തിൽ 19 അധ്യായങ്ങളും നമ്മൾ താണ്ടിയിട്ട് ദ്വിതീയ സ്കന്ധത്തിലെ 10 അധ്യായങ്ങളും കഴിഞ്ഞ് ഇപ്പോൾ തൃതീയ സ്കന്ധത്തിലെ 18ാമത്തെ അധ്യായത്തിലേക്ക്
ഹിരണ്യാക്ഷൻ്റെ വധം വരേക്ക് വായിച്ചു നിർത്തിയിരിക്കുകയാണ്. പടിപടിയായിട്ട് ഒരു മനുഷ്യൻ്റെ മനസ്സിനെ സ്വാധീനിച്ചുകൊണ്ട് വളർത്തിയെടുക്കാനുള്ള കഥകളാണിവ എന്ന് കാണുമ്പോൾ നമുക്ക് മാറ്റം വന്നേ മതിയാവൂ. അപ്പോൾ നമുക്ക് ഇവോൾവ് ചെയ്യാനുള്ളൊരവസരം തരുന്നു നമ്മൾ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ. ഭാഗവത കഥകളിങ്ങനെ പുറകോട്ട് മാഹാത്മ്യത്തിലൂടെ കടന്നു വന്ന് ഏതൊരു ദ്വന്ദ്കാരിയാണോ അനുജത്തിയിൽ ജനിച്ചത് ശ്രദ്ധിക്കുക, സ്വന്തം അമ്മ എന്ന് പറയുന്ന ദ്വന്ദ്വരിയിൽ ജനിക്കാത്തത്, ദ്വന്ദ്വരി എന്ന് പറയുന്ന ബുദ്ധിയിൽ ജനിക്കാതെ അനുജത്തി എന്ന് പറയുന്ന മനസ്സിൽ ജനിച്ച വികാരത്തിൻ്റെ മൂർത്തിമൽഭാവമായിരിക്കുന്ന ദ്വന്ദ്വകാരി, സ്വന്തം അമ്മ ബുദ്ധി ആകാതെ മാറി മറിഞ്ഞ് മനസ്സമ്മയായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഗതികേട്. മനസ്സെന്ന് പറയുമ്പോൾ പലപ്പോഴും ചഞ്ചലാത്മകമാണ്, അതിനെ പിടിച്ചേർത്താൻ ബുദ്ധിമുട്ടാണ്. എഴുത്തച്ഛൻ വീണ്ടും പാടിയ പോലെ ഡെക്കാമൃതങ്ക തുടിപ താളങ്ങൾ പോലെ ഉടനോർക്കാമത് ഇന്നിലയിൽ ഇന്നയിടമോർത്ത് മമ നിൽക്കുന്നതല്ല മനം. ഏതായാലും മനസ്സ് എന്ന് പറയുന്ന ചഞ്ചലാത്മകമായിരിക്കുന്ന സ്ഥിതിവിശേഷം അന്ധക്കരണ ചതുഷ്ടയത്തിൽ ഒന്നായ ആ മനസ്സിനുള്ളത് അതിനെ വാസ്തവത്തിൽ ദൃഢീഭവിക്കാനുള്ള ബുദ്ധിമുട്ട് അവിടെ സൂചിപ്പിക്കുകയാണ് ആചാര്യൻ. അങ്ങനെയുള്ള മനസ്സിൽ ജനിക്കുന്ന ഒരു കുട്ടി ബുദ്ധിയിൽ ജനിക്കാതെ പഴം കിട്ടിയില്ലേ? ഈ പറയുന്ന ആത്മദേവൻ എന്ന് പറയുന്ന കഥാപാത്രം കുട്ടികളില്ലാതെ വിഷണ്ണനായി ചുറ്റിക്കറങ്ങി ഒടുവിൽ സന്യാസിയെ കണ്ട് സന്യാസിയെ അനുഗ്രഹിച്ചേകിയ പഴം അതുകൊണ്ടുപോയി ദ്വന്ദ്വലി എന്ന് പറയുന്ന ഭാര്യയ്ക്ക് കൊടുത്തിട്ട് ബുദ്ധി എന്ന് പറയുന്ന ഭാര്യ അത് വാസ്തവത്തിൽ രുചിച്ചു നോക്കാതെ കഴിക്കാതെ അതം വെച്ചുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ അനുജത്തി എന്ന് പറയുന്ന മനസ്സ് വന്ന് പ്രേരിപ്പിച്ച് മനസ്സിൻ്റെ പ്രേരണയിൽ ഇങ്ങനെ കുടുങ്ങിപ്പോയ ബുദ്ധി എന്ന് പറയുന്ന ദ്വന്ദ്വലി പ്രസവിക്കാനിരിക്കുന്ന മനസ്സ് എന്ന് പറയുന്ന അനുജത്തി പ്രസവിക്കുന്ന കുട്ടിയെ എടുത്ത് വളർത്താൻ തുനിഞ്ഞപ്പോൾ ഭർത്താവ് കൊണ്ട് കൊടുത്ത പഴമെല്ലാം തന്നെ പശുവിന് കൊടുത്ത് ആ പശു ഗർഭസ്ഥമായിട്ട് ആ പഴത്തിലൂടെ ഉണ്ടായ കുട്ടിയാണ് ഈ ഗോകർണൻ. പശുവിനെ തെരഞ്ഞെടുക്കുന്ന ഒരു കുട്ടിയെ ജനിപ്പിക്കാൻ. പശു എന്ന് പറയുന്നത് നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ ഉദാത്തമായിരിക്കുന്നൊരു പ്രതീകമാണ്. സകലദേവതാമയം സർവദേവതാമയം എന്നെല്ലാം തന്നെ വിശേഷിപ്പിക്കാവുന്ന പശു ഗോരൂപിണിയായിട്ടാണ് ഭൂമിദേവി എപ്പോഴും സങ്കട നിവൃത്തിയായിട്ട് പാലാഴിയുടെ സമീപത്തേക്ക് ചെല്ലുന്നത്. ഇവിടെയും ഭാഗവത്തിൽ ഉടനീളം കാണാം നിങ്ങൾക്ക് ഈ പശുവിനെ ഭൂമിദേവി ഗോരൂപിണിയായിട്ട്. ഏതായാലും ഇവിടെ പശു അത്തരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ജീവിയായിട്ട് കാണുന്നു. പഴം അത് കഴിക്കുന്നു, കുട്ടിയെ ജനിപ്പിക്കുന്നു, അത് വിവേകത്തിൻ്റെ സന്തതിയായിട്ട് മാറുന്നു. സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ചറിയാൻ തക്ക ശേഷിയുള്ളൊരു മനുഷ്യനായിട്ട് മാറുന്നു. അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം അതാണെന്നിങ്ങനെ പ്രഖ്യാപിക്കുകയാണ്. ആരാ മനുഷ്യൻ? ഇതേ രീതിയിൽ പശുവിന് കൊടുത്ത പഴത്തിലൂടെ ജനിച്ച വിവേകശാലിയായിരിക്കുന്ന ഗോകർണനെ പോലെ ജനിച്ചു വീണ മനുഷ്യൻ വിവേകശാലിയായിരിക്കണമെന്ന് നിർബന്ധമായിട്ടും ഭാഗവതം പഠിപ്പിക്കുകയാണ്. അത്തരത്തിൽ വിവേകശാലിയായിട്ടുള്ള ഗോകർണനാണ് അച്ഛൻ ഈ പറയുന്ന ആത്മദേവനെ തപസ്സിന് വേണ്ടി പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞാൽ തപസ് അനുഷ്ഠിക്കേണ്ടത് ജീവന്റെ കർത്തവ്യമാണ്. ഇവിടെ ജീവനെയാണ് ആത്മദേവൻ എന്ന് പറഞ്ഞത്. ആത്മദേവൻ എന്ന് പറയുന്ന ജീവൻ എല്ലാവരിലും അടങ്ങിയിരിക്കുന്ന ജീവൻ, ജീവാത്മാവ് എന്ന് പറഞ്ഞുകൊണ്ട് പരമാത്മാവിൻ്റെ പ്രതിബിംബത്തെ നമ്മൾ മാറ്റി ഇങ്ങനെ പഠിക്കാറുണ്ട്. ആ ജീവനാണ് ഈ പറയുന്ന ആത്മദേവൻ. അയാളെ തപസ്സിന് പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞാൽ അല്ലയോ മനുഷ്യ, ഒന്നാമത് നീ വിവേകശാലിയായിരിക്കണം ഗോകർണനെ പോലെ. രണ്ടാമത് നിന്റെ ധർമ്മമാണ് ഈ പറയുന്ന തപസ്. ചുട്ടുപഴത്തിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയുമെല്ലാം തന്നെ തപിപ്പിച്ചുകൊണ്ട് സംസ്കാരത്തിൻ്റെ പരമോന്നതമായിട്ടുള്ള നിലവാരത്തിലേക്ക് എത്തി ആത്മീയ ഭാവത്തെ ആർജിക്കുക എന്ന് പറയുന്നത് ഒരുത്തൻ്റെ ജീവിത ലക്ഷ്യമാണെന്ന് പഠിപ്പിക്കുകയാണ്. അതാണ് തപസ്. അപ്പോൾ തപസ്സിന് വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ട് ആത്മദേവൻ എന്ന് പറയുന്ന അച്ഛനെ പറഞ്ഞു വിടുന്നു. അവിടെ ഗോകർണൻ എന്ന് പറയുന്ന അദ്ദേഹവും വാസ്തവത്തിൽ വിവേകശാലിയായിട്ടുള്ള മനുഷ്യൻ, സത്യാസത്യങ്ങളെയെല്ലാം തന്നെ വേർതിരിച്ചറിഞ്ഞ ഒരു മഹാനുഭാവൻ. അദ്ദേഹവും ഇറങ്ങിത്തിരിച്ചു തപസ്സിനായിട്ട്, തീർത്ഥാടനത്തിനായിട്ട്. തപസ്സിന് പോയ അച്ഛനാണെങ്കിൽ വാസ്തവത്തിൽ പിന്നാലെ തിരിച്ചു വന്നില്ല. കുറെ കാലം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്ന ഗോകർണൻ എന്ന് പറയുന്ന വിവേകശാലിയായിരിക്കുന്ന സഹോദരനാണ് ഒരു പ്രേതത്തിൻ്റെ അനുഭവം തന്നെ പഴയ വീട്ടിലിങ്ങനെ ഉണ്ടായപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നു. പ്രേതത്തിൻ്റെ അനുഭവം പല പല വേഷം കെട്ടിക്കൊണ്ട് അർദ്ധരാത്രിയിലും രാത്രിയുമെല്ലാം തന്നെ പേടിപ്പിക്കുന്ന ഭാവങ്ങളെല്ലാം തന്നെ ആർജിച്ചുകൊണ്ടുള്ള പ്രേതത്തെ കണ്ടപ്പോൾ
കമണ്ടലുവിൽ നിന്ന് ജലമെടുത്ത് പ്രോക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, നീ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ വ്യക്തമായിട്ടുള്ള മറുപടി ആ പ്രേതം തന്നെ പറഞ്ഞു കൊടുക്കുന്നു, ഞാൻ നിന്റെ അനുജനാണ്, നിന്റെ സഹോദരനാണ്. നിന്റെ സഹോദരനായിരിക്കുന്ന ഞാൻ പ്രേതാവസ്ഥയെ പ്രാപിച്ചു എന്ന് മാത്രം. വിവേകമുള്ളവൻ അവിടെ വരുന്നു, വിവേകമില്ലാത്തവൻ പ്രേതമായിട്ട് മാറുന്നു. ദേവീഭാഗവത്തിലാണ് വളരെ വ്യക്തമായിട്ടും പറഞ്ഞു, സാക്ഷരത, അക്ഷരാഭ്യാസം അനിവാര്യമാണ്. സാക്ഷരന്മാരാകണം നമ്മളെല്ലാവരും തന്നെ ലിറ്ററേറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നിരക്ഷരകുക്ഷികളായിട്ട് മാറുന്നവരെല്ലാവരും തന്നെ രാക്ഷസ എന്ന് പറയുന്ന ഭാവമാണ് അവർക്കുള്ളത് എന്ന് ദേവീഭാഗവതം പഠിപ്പിക്കുന്ന പോലെ ജനിച്ചു വീണ പശുതുല്യനായിരിക്കുന്ന ഒരു ശിശു, അയാളെ നമ്മൾ ശൂദ്രനെന്ന് പറയുമ്പോൾ പടിപടിയായിട്ട് വളർന്നു വന്നേ മതിയാവൂ, അയാൾ ബ്രാഹ്മണനായി തീർന്നേ മതിയാവൂ. ഇത് ആർഷസംസ്കാരത്തിൻ്റെ പരിണാമമാണ്. അതെല്ലാം തന്നെ വിട്ടിട്ട് ശൂദ്രൻ അല്ലെങ്കിൽ വൈശ്യൻ അല്ലെങ്കിൽ ക്ഷത്രിയൻ അല്ലെങ്കിൽ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞുകൊണ്ട് വേലികെട്ടി തിരിച്ച് വർണ്ണങ്ങളെയും ജാതികളെയും ഉണ്ടാക്കിയത് നമ്മൾ വരുത്തി വച്ച വിനയാണ്. അത് വിട്ടിട്ട് വാസ്തവത്തിൽ പശുവായിട്ട് ജനിക്കുന്ന, ശിശുവായിട്ട് ജനിക്കുന്ന, അജ്ഞാനിയായിട്ട് ജനിക്കുന്ന ഒരു വ്യക്തി പഠിച്ചും കാര്യങ്ങളെല്ലാം തന്നെ നിർവഹിച്ചും ഷോഡശ ക്രിയകളിലൂടെ വളർന്നു വലുതായി മസ്തിഷ്കമെല്ലാം തന്നെ വികസിച്ച് അവൻ്റെ ബുദ്ധിതലമെല്ലാം തന്നെ ശ്രേയസ്കരമായി നിത്യാനിത്യ വിവേകം കൊണ്ട് ആത്മാവിനെ സാക്ഷാത്കരിച്ച ഒരു വ്യക്തിയായിട്ട് മാറുമ്പോൾ അയാൾ ബ്രാഹ്മണനാകുകയാണ്. ഇവിടെയും വാസ്തവത്തിൽ പഠിക്കേണ്ടത് ഒരു വ്യക്തിയുടെ രണ്ട് മുഖമാണ്, ഗോകർണനും ധുന്തുകാരിയും. ഗോകർണൻ എന്ന് പറയുന്ന വിവേകശാലി ഒരു മുഖമാണ് എങ്കിൽ അതിൻ്റെ എതിർദശ, എതിർമുഖമായിട്ട് നമ്മൾ കാണുന്നു പ്രേതത്തെ. നമുക്ക് എല്ലാവർക്കും തന്നെ പ്രേതമാകാൻ എളുപ്പമാണ്. വൃത്തികെട്ട പ്രവർത്തനങ്ങളും പ്രയത്നങ്ങളും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള വികൃതികളും കുസൃതികളും കാഴ്ചവെച്ചുകൊണ്ട് ജീവിച്ചാൽ സ്വാഭാവികമായിട്ടും പ്രേതമാകാൻ ബുദ്ധിമുട്ടില്ല. സംസ്കാരസമ്പന്നമായിട്ടുള്ളൊരു ജീവിതം നയിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താ, വളരെയേറെ പാടുപെടേണ്ടി വരും. പക്ഷേ അത്തരത്തിൽ ഒരേ ഒരു വ്യക്തി തന്നെ രണ്ട് മുഖങ്ങളുള്ള, ഇംഗ്ലീഷ് ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്ടർ ഫോസ്റ്റസ് എന്ന് പറയുന്ന ആ കൃതിയിൽ നമ്മൾ കാണുന്ന മെഫിസ്റ്റോഫിലസ് ചെകുത്താനാണ്. പക്ഷേ അയാൾക്ക് രണ്ട് മുഖമുള്ള, ഒരു മുഖം സുഹൃതം ഒരു മുഖം വികൃതം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇത്തരത്തിൽ സുഹൃത വികൃതങ്ങളെല്ലാം തന്നെ ഒരേ ഒരു മനുഷ്യൻ്റെ തലയിൽ അപ്പുറവും ഇപ്പുറവുമായിട്ടൊരു നാണയത്തിൻ്റെ രണ്ട് ഭാഗങ്ങൾ പോലെ നിൽക്കുന്ന പോലെ തന്നെ ഇവിടെ വിവേകശാലിയായിട്ടുള്ള ഗോകർണനെയും വിവേകമില്ലാത്ത പ്രേതത്തെയും കാണാം. അപ്പോൾ വിവേകമുണ്ടായി കഴിഞ്ഞാൽ പ്രേതമാകുകയില്ല എന്നുള്ള സന്ദേശവും കൂടി ഇതിലുണ്ട്. നമ്മൾ വിവേകത്തോടുകൂടി ജീവിച്ചാൽ എന്താണ് സത്യം എന്താണ് അസത്യം എന്ന് വ്യക്തമായി വേർതിരിച്ചറിഞ്ഞാൽ ആ തിരിച്ചറിവിൻ്റെ ഫലമായിട്ട് നമ്മൾ പ്രേതമാകാതിരിക്കും, അല്ലെങ്കിൽ പ്രേതമായിട്ട് തീരും. ഒന്ന്. മറ്റൊന്ന്, മനസ്സിൽ നിന്ന് ജനിക്കുന്ന വികാരങ്ങളെയും ഇന്ദ്രിയ സുഖങ്ങളെയും തേടി അത്തരത്തിൽ ഏറ്റവും മോശമായ സംസ്കാരശൂന്യമായിട്ടുള്ള ജീവിതം നയിച്ചാൽ നമ്മൾ ആയിത്തീരുന്ന ഒരു പ്രേതമായിട്ടാണ്, മുക്തി ഇല്ലാത്തൊരവസ്ഥയാണ്. ജഡസ്വരൂപത്തെ നമുക്ക് പ്രേതമായിട്ട് പറയാം, ഗതികിട്ടാത്തൊരവസ്ഥ എന്നുള്ള മട്ടിൽ പറയാം. മനസ്സിൻ്റെ ചഞ്ചലാത്മകമായിട്ടുള്ള ഭാവത്തിൽ നിന്ന്, പ്രവൃത്തികളിൽ നിന്ന് അത്തരത്തിലുള്ള എല്ലാ വിഷയവാസനകൾ കൊണ്ടും സംജാതമാകുന്ന രീതി, അത് അവലംബിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വഭാവം പ്രേതം. ആ പ്രേതത്തെ മാറ്റിയെടുക്കുകയാണ് വിവേകശാലിയായിട്ടുള്ള മനുഷ്യൻ. ഒരേ ഒരു സംഗതി നിങ്ങൾ ഇപ്പോൾ തന്നെ ഉറപ്പിക്കണം, ഈ കഥാപാത്രങ്ങൾ വേറെ വേറെ വെവ്വേറെ അല്ല. വേറെ വേറെ വെവ്വേറെ അല്ല. ഇവിടെ നിങ്ങൾ കണ്ട ആത്മദേവൻ എന്ന് പറയുന്ന ജീവൻ നിങ്ങളുടെ ശരീരത്തിൽ, അതുപോലെ തന്നെ ഗോകർണൻ എന്ന് പറയുന്ന വിവേകശാലി നിങ്ങളിൽ നിന്ന് അന്യനല്ല. ഇവിടെ നിങ്ങൾ പ്രേതമായിട്ട് കണ്ട ദുന്തുകാരി ഒട്ടും തന്നെ അകലെയല്ല. അതുപോലെ തന്നെ നിങ്ങൾ കണ്ട ദുന്ദുലി എന്ന് പറയുന്ന ബുദ്ധി അമ്മ, അത് വേറെയല്ല. അനുജത്തി എന്ന് പറയുന്ന മനസ്സ്, അതും വേറെയല്ല. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും എല്ലാം തന്നെ ഒരു പ്രത്യേക രീതിയിൽ കൈകാര്യം ചെയ്യാൻ തയ്യാറെടുക്കണമെന്നാണ് ഈ കഥയുടെ പൊരുൾ. അത് ഭാഗവത്തിൻ്റെ മാഹാത്മ്യം. പിടുത്തം കിട്ടുന്നുണ്ടോ? കട്ടിയാണെന്നൊക്കെ ഒരു കട്ടിയില്ല, സിമ്പിൾ. അപ്പോൾ ഈ ശരീരം കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ആയുർവേദം പഠിപ്പിക്കുന്ന ശരീരവാദ്യം ഖല ധർമ്മസാധനം എന്ന് പറയുന്ന രീതിയിൽ ഒരു 7 വയസ്സ് വരെ ജീവിച്ചു കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ വാസ്തവത്തിൽ കൊച്ചുകുട്ടികൾ 3 വയസ്സാവുമ്പോഴേക്കും സ്കൂളിലൊക്കെ കൊണ്ടുപോയി തള്ളിയിട്ട് അച്ഛനമ്മമാർ അവരുടെ ഉപദ്രവം തീർക്കുന്ന രീതിയിലേക്ക് കുട്ടികളെ മാറ്റുമ്പോൾ, അത് കഴിഞ്ഞ് ഈ പറയുന്ന +2 അല്ലെ ഈ പറയുന്ന എന്നത് LKG UKG പോലുള്ള ക്ലാസ്സുകളും തരണം ചെയ്തുകൊണ്ട് വളർന്നു വരുന്ന കുട്ടികളിലേക്ക് സംസ്കാരം എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ചോദിച്ചാൽ അവിടെ സംസ്കരിക്കപ്പെടുന്ന രീതിയില്ല. മനസ്സിനെയും ബുദ്ധിയെയും ശരീരത്തെയും തദ്വാര ആത്മഭാവത്തെയും സംസ്കരിച്ചെടുക്കുന്നൊരു സമ്പ്രദായം, അതാണ് നമ്മുടെ വിദ്യയുടെ സമ്പ്രദായം, വിദ്യാഭ്യാസം.
ഗുരുകുല രീതിയിൽ പഠിപ്പിച്ചിരുന്ന കാലഘട്ടത്തിൽ 7 വയസ്സാവുമ്പോൾ ഉപനയനാദികൾ നടത്തിക്കൊണ്ട് അതിലൂടെ കടന്നു വരുന്ന വിദ്യാഭ്യാസം, അതാണ് ശ്രേയസ്കരം. നമുക്ക് ഭാഗവത കഥകൾ ഓരോന്നെടുക്കുമ്പോഴും ഇക്കാര്യം ഒന്നുകൂടി അരക്കിട്ട് ഉറപ്പിക്കാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാ തരത്തിലും ഒരേ ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ഓരോരുത്തരും പേറിക്കൊണ്ട് കിടക്കുന്ന ഭാഗങ്ങൾ തന്നെയാണ് ഈ കഥാഭാഗങ്ങൾ. ഈ കഥാഗോളത്തിൽ അടങ്ങിയിരിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം തന്നെ നമ്മളിലാണ്, നമ്മളിൽ നിന്ന് വേറെയല്ല, ഒട്ടും തന്നെ അകലെയല്ല എന്നുള്ള മട്ടിൽ തന്നെ നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. എന്നിട്ട് വേണം ഈ പറയുന്ന 2 ശ്ലോകം നേരത്തെ ചൊല്ലിയ ദേഹേ അസ്ഥി മാംസരുധിരേ അഭിമതിം ത്യജത്വം. ഗോകർണൻ എന്ന് പറയുന്ന മഹാനുഭാവൻ അച്ഛൻ ജീവാത്മാവ് എന്ന് പറയുന്ന ആത്മസ്വരൂപമായിരിക്കുന്ന ആത്മദേവനോട് ഉപദേശിക്കുന്നതാണ് ദേഹേ അസ്ഥി മാംസ രുധിരേ അഭിമതിം ത്യജത്വം. അല്ലയോ അച്ഛ, നമ്മൾ നമ്മുടെ ശരീരത്തിലെ ദേഹം, അതിലുള്ള അസ്ഥി മാംസം രുധിരം രക്തം അതുപോലെയുള്ള സംഗതികളിൽ സപ്തധാതുക്കൾ, ഈ സപ്തധാതുക്കളിലുള്ള അഭിരുചി അഭിമതി അതെല്ലാം തന്നെ ഉപേക്ഷിക്കാൻ. ശരീരം ഉണ്ടാക്കിയിട്ടുള്ള പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടും പഞ്ചഭൂതങ്ങളെ കൊണ്ടും സപ്തധാതുക്കളെ കൊണ്ടും അതുപോലെ പല പല കാര്യങ്ങളെ കൊണ്ട് സംസിദ്ധമായിരിക്കുന്ന ഈ ശരീരം എന്ന് പറയുന്ന സംഗതി, അതിനെ ഒട്ടും തന്നെ അഭിമതിയില്ലാത്ത രീതിയിൽ ശരീരത്തെ താലോലിക്കണം, പക്ഷെ പോറ്റണം. താലോലിക്കുന്നതും പോറ്റുന്നതുമെല്ലാം തന്നെ ഒരു പരിധിവരെ എന്ന് പറയുന്നൊരു നിയന്ത്രണം വേണം. എല്ലാ തരത്തിലും പുന്നാരിച്ച് വഷളാക്കുന്ന രീതിയിലേക്ക് ശരീരത്തെ കൊണ്ടുപോയാൽ നമുക്ക് ഗതി കിട്ടുകയില്ല. അവിടെയും ദേഹേ അസ്ഥി മാംസരുധിരേ അഭിമതിം ത്യജത്വം ജായ സുധാദിഷു സദാ മമതാം വിമുഞ്ച. ഭാര്യയോടും അതുപോലെ തന്നെ മക്കളിലും മമത എന്ന് പറയുന്നതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം. കല്യാണം കഴിഞ്ഞ ഉടനെയല്ല, കല്യാണത്തിന് മുമ്പ് എന്തൊക്കെ ഗോഷ്ഠികളാണപ്പ. വഴികളിലൂടെ ഇങ്ങനെ കയ്യും പിടിച്ച് തോളിൽ കൈ വിട്ടുകൊണ്ട് ഉമ്മ വെച്ചുകൊണ്ട് നടക്കുന്ന കൊച്ചു കുട്ടികളെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതാണ് പരിഷ്കൃത ലോകം. അവിടെയാണ് വാസ്തവത്തിൽ ആധ്യാത്മികത തുളുമ്പി നിൽക്കുന്ന. എന്താ, ഇരുമയാണെങ്കിലും നമ്മൾ ഒറ്റ കരളല്ലേ എന്നിങ്ങനെ ചിന്തിച്ചു പോകുന്നൊരു യുവതലമുറയാണ് അവിടെയും നമ്മൾ തെറ്റിദ്ധരിക്കുക. പിന്നാലെ വരുന്ന കോലാഹലത്തിനൊരു ഇടം ഒരുക്കുകയാണവർ. ഫാമിലി കോടതികളിലേക്ക് ഞങ്ങൾ ഇപ്പോൾ തന്നെ വരെ ഇതൊന്ന് കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ പറയുന്ന മൊബൈൽ ഫോണിലൂടെ പറഞ്ഞത് പോരാഞ്ഞിട്ട് വഴിയിലുടനീളം നാണം കെട്ട ജന്തുക്കൾ പ്രായമായ നമ്മളെയെല്ലാം തന്നെ വകവയ്ക്കാതെ നടക്കുന്ന കാഴ്ച കാണുമ്പോൾ കഷ്ടം തോന്നും. കഞ്ചാവൊക്കെ പിന്നത്തെ കാര്യം. അപ്പോൾ എല്ലാ തരത്തിലും ഇതെല്ലാം തന്നെ നല്ലതായിരുന്നു എങ്ങനെയാണെങ്കിൽ അത് രാസക്രിയയുടെ വരുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാ തരത്തിലും നമ്മൾ ചിന്തിച്ചുറപ്പിക്കേണ്ട സാംസ്കാരികമായിട്ടുള്ള സംഗതികളുണ്ട്. അവിടെയാണ് വാസ്തവത്തിൽ ഉപനയനാദികൾ, ബ്രഹ്മോപദേശം പോലുള്ളത്. ടീനേജ് കഴിയുന്നവരേക്ക് നമ്മൾ എങ്ങനെയായിരിക്കണം? ടീനേജ് ഇത്ര സുന്ദരമായിട്ടുള്ള അവസ്ഥയാണില്ലേ. എപ്പോൾ തുടങ്ങുമാവോ അത്? 12 കഴിഞ്ഞാൽ തുടങ്ങി. 12, 13, 14, 15, 16, 17, 18, 19 അങ്ങനെയുള്ള ടീനേജ് എന്ന് പറയുന്നത് നമ്മൾ പ്രകമ്പനം കൊള്ളിക്കുന്ന മീശ വരത്തു വരുന്ന കാലം. സിനിമാ പാട്ടിൽ ഈ ഇടയ്ക്ക് കേട്ടു, പ്രണയത്തെപ്പറ്റി കേട്ടു, പ്രേമത്തെപ്പറ്റി കേട്ടു, മീശ അങ്ങനെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരുന്ന കാലത്തെപ്പറ്റി എല്ലാം തന്നെ പാട്ട് പാടുന്നത് കേട്ടു. ഞാൻ കരുതി അതെല്ലാം തന്നെ പഠിക്കാനുള്ള ആത്മവിദ്യയ്ക്ക് ഒരുങ്ങുന്ന രീതിയാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. അല്ല, അതെല്ലാം തന്നെ പ്രത്യേക സമ്പ്രദായത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന പാട്ടുകളാണ്. മീശ വരുമ്പോഴേ തുടങ്ങുന്ന നാണം കുണങ്ങുന്ന അവസ്ഥയിലാണ് കടന്നു വരുന്ന മറ്റു പലരും നാണം കടത്താൻ വേണ്ടിയിട്ട്. നാണത്തെയെല്ലാം തന്നെ മാറ്റിയെടുത്തുകൊണ്ട് നാണം കെട്ട ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കുന്ന പ്രവർത്തനത്തിന് ഉതകുന്ന കാര്യങ്ങളിലേക്ക് കടന്നു വരുന്നത് ഈ ടീനേജ് വളരെ ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോൾ വല്ല ഗംഭീരമായിട്ട് ഒഴുകുന്ന പ്രസംഗിക്കുമ്പോഴും ഞാൻ ഓർക്കുകയാണ്, SLC ക്ലാസ്സിലെ, അതായത് പഠിക്കുമ്പോൾ 14 അല്ലെങ്കിൽ 14 വയസ്സുള്ളപ്പോൾ യുക്തിവാദ ചിന്തകളെല്ലാം തന്നെ വിട്ടുകൊണ്ടച്ഛൻ മരിക്കുന്ന വേളയിൽ ഹരിനാമകീർത്തനം മുഴുവൻ പഠിച്ചു പാടി അങ്ങനെ കടന്നു വന്ന ആത്മീയത പതുക്കെ എൻ്റെ ഉള്ളിലേക്ക് തള്ളിക്കയറിയത് എൻ്റെ മിടുക്കല്ല. ഞാൻ വാസ്തവത്തിൽ പിടിച്ചു കെട്ടുന്ന രീതിയിൽ ഈ ടീനേജിനെ നിയന്ത്രിച്ചു എന്ന് പറയാൻ ആ അവകാശവാദം ഉന്നയിക്കാൻ തയ്യാറുമല്ല. അത്തരത്തിൽ കാരണവന്മാർ നിയന്ത്രിച്ചുകൊണ്ടുള്ളൊരു ജീവിതം എനിക്കുണ്ടായി എന്നുള്ളൊരു അവകാശവാദവും എനിക്കില്ല. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ ഉപാസന വൈഭവം കൊണ്ട്, നമ്മുടെ ഉപാസനാമൂർത്തികൾ നയിക്കുന്ന രീതിയിലേക്ക് അവർക്ക് വിട്ടുകൊടുത്തത് കൊണ്ട്, സറണ്ടർ ചെയ്തതുകൊണ്ട് എന്തോ മാറ്റങ്ങൾ ഇങ്ങനെ വന്നു. ടീനേജ് എന്ന് പറയുന്ന ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ചൊരു സങ്കേതത്തെ, കാലത്തെ നമുക്ക് തരണം ചെയ്യാൻ കഴിഞ്ഞു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്.
ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ ചരിക്കുന്ന മാനസ സഞ്ചാരരെ ബ്രഹ്മണി എന്ന് പാടിയിട്ട് കാര്യമില്ല. നല്ല ശ്യാമാരാഗത്തിലുള്ള കീർത്തനം കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ലയിച്ചിരുന്നു പോകും. കാരണം എന്താ? മാനസ സഞ്ചരരെ ബ്രഹ്മണി. അപ്പൊ എല്ലാ തരത്തിലുള്ള കീർത്തനത്തിന്റെ ആദ്യം മുതൽ അവസാനം വരേക്ക് നമ്മൾ കേൾക്കുമ്പോൾ പരമഹംസന്മാരുടെ ചകോരഭാവത്തിലുള്ള മുഖത്തിലേക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന ചന്ദ്രബിംബത്തിൽ ഇങ്ങനെ ഉതിർന്നു പോരുന്ന അമൃതഗണങ്ങളെല്ലാം തന്നെ ആസ്വദിക്കുന്ന രീതിയെല്ലാം തന്നെ പറയുമ്പോൾ മനസ്സിന്റെ സഞ്ചാരം ബ്രഹ്മത്തിന്റെ നേർക്ക എന്ന് പറയുന്ന ബ്രഹ്മചര്യം അത് നമ്മൾ മാറിയിട്ട് കർക്കശമായിട്ടുള്ള ചില സംഗതികളാണ് ബ്രഹ്മചര്യത്തിന് ആവശ്യമായത് എന്ന് തെറ്റിദ്ധരിച്ചുപോയി. അവിടെയാണ് വാസ്തവത്തിൽ യഥാർത്ഥമായിട്ടുള്ള ബ്രഹ്മചര്യത്തെ നമുക്ക് പഠിക്കാൻ സാധിക്കാതെ പോയത്. സദാ നമ്മൾ ജപിച്ചുകൊണ്ട് ഏതൊരു മനസ്സാണോ ഇന്ദ്രിയങ്ങളിലേക്ക് പോകാതെ, വീണ്ടും ഭാഗവതം ഏകാദശ സ്കന്ധത്തിലും മറ്റും നിങ്ങൾ വായിക്കുന്ന ഉദ്ധവ ഗീതയിലും മറ്റും നിങ്ങൾ കാണുന്ന രീതിയിലേക്ക് വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും, മനസ്സ് എന്ന് പറയുന്ന എവിടെ ചെന്ന് പതിക്കുന്നുവോ, എവിടെ ചെന്ന് തറയ്ക്കുന്നുവോ അങ്ങോട്ടേക്ക് പോകാൻ അത് കൂടുതൽ താല്പര്യം കാണിക്കും. അതിനെ അവിടെ നിന്ന് വിടർത്തിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മനസ്സിനെ ശ്രദ്ധിക്കുക. അത്തരത്തിലുള്ള മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ബ്രഹ്മത്തിൽ കൊണ്ടുവന്ന് നിർത്തണമെങ്കിൽ അതാണ് ഉപാസന. നമ്മുടെ കണ്ണോത്ത ഭഗവാനെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ജപിച്ച് തപിച്ചുകൊണ്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ കണ്ണോത്തപ്പനിലേക്ക് തന്നെ സദാസമയവും മനസ്സിങ്ങനെ വ്യാപിപ്പിച്ചുകൊണ്ട് മനസ്സ് എന്ന് പറയുന്നതിന് അവിടെ ചെന്ന് തറയ്ക്കത്തക്ക രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ട് പോകുമ്പോൾ നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കാം. അതല്ലാതെ വെറുതെ ഭക്തി എന്ന് പറഞ്ഞ് അന്നനെക്കുറിയും കുറേ രുദ്രാക്ഷമാലയും താടിയും തലമുടിയും വളർത്തിക്കൊണ്ട് നമ്മൾ വേഷം കെട്ടുന്ന രീതിയിലൂടെ പോയാൽ നമ്മുടെ മനസ്സ് ബ്രഹ്മണി സഞ്ചരരെ എന്ന് പറയാനൊന്നും നമുക്ക് സാധിക്കുകയില്ല. ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ തരത്തിലൂടെ നമ്മൾ പഠിക്കുന്നത് പ്രേതമാകാതിരിക്കാൻ നമ്മുടെ ജീവിതത്തെ എങ്ങനെ മെരുക്കിയെടുക്കണം, എങ്ങനെ കരുപ്പിടിപ്പിക്കണം, ഹൗ ടു മോൾഡ്. അങ്ങനെയുള്ള മനസ്സിനെ മെരുക്കിയെടുക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ജപധ്യാനങ്ങളാണ്. ഇവിടെയും ഗോകർണൻ എന്ന് പറയുന്ന കഥാപാത്രം നിത്യാനിത്യ വിവേകത്തിൻ്റെ സ്വരൂപമായതുകൊണ്ട് മനസ്സിൽ നിന്ന് ജനിച്ച കുട്ടിയെ അവിടെ മെരുക്കിയെടുക്കുന്ന രീതി ഒന്ന് നോക്കൂ. സപ്താഹം നടത്തിക്കൊണ്ട് 7 ദിവസക്കാലം കൊണ്ട് താഴത്ത് നിന്ന് പതുക്കെ തലയിലേക്ക് കയറ്റുന്ന രീതി ശ്രദ്ധിക്കൂ. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ താഴത്ത് നിന്ന് തലയിലേക്ക് കയറണമെന്നുള്ളൊരു വിദ്യ. ആ 7 ദിവസക്കാലം സൺഡേ മൺഡേ എന്നിങ്ങനെ പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ഓരോ ദിവസവും സൂര്യനും ചന്ദ്രനും പ്രാധാന്യമുണ്ടെങ്കിൽ അവിടെ ചൊവ്വയ്ക്കും ബുധനും പ്രാധാന്യമുണ്ടെങ്കിൽ വ്യാഴം എന്ന് പറയുന്ന ഗുരുവിനും വെള്ളി എന്ന് പറയുന്ന അസുര ഗുരുവിനും സ്വാധീനമുണ്ടെങ്കിൽ ശനി എന്ന് പറയുന്ന മുടന്തൻ മന്ദം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഗ്രഹത്തിനും സ്വാധീനമുണ്ടെങ്കിൽ അങ്ങനെ ഈ പറയുന്ന എല്ലാ ഗ്രഹങ്ങളോടും ബന്ധപ്പെട്ട 7 ദിവസങ്ങൾ ആ ഗ്രഹങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നു എന്നുള്ള മട്ടിൽ നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും ക്രമീകരിച്ച് ചിട്ടപ്പെടുത്തി പോകുന്നത് തന്നെ ഉപാസന. ഓരോ ദിവസവും നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ജപധ്യാനങ്ങളെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് പരീക്ഷിത്ത് വീടും കുടിയുമെല്ലാം തന്നെ വിട്ട് രാജ്യഭാരമെല്ലാം തന്നെ ഉപേക്ഷിച്ച് അവിടെ വന്നിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് സാധിക്കും. കുട്ടികളിലുള്ള മമത ഉപേക്ഷിക്കാം. 66 വയസ്സിലാണ് എന്നോർക്കണം. കുട്ടികളിലുള്ള മമത ഉപേക്ഷിച്ചു, വീട്ടുകാര്യങ്ങൾ വിട്ടു, അല്ലെങ്കിൽ രാജ്യകാര്യങ്ങൾ വിട്ടു, മമത എന്ന് പറയുന്ന എല്ലാം തന്നെ വിട്ടിട്ട് ഇവിടെ വാസ്തവത്തിൽ സ്വസ്ഥനും സ്വതന്ത്രമായിട്ടിരിക്കുകയാണ് ഭാഗവതം കേൾക്കാൻ. നിങ്ങൾ ദേവി ഭാഗവതം വായിക്കുന്നവരാണ്, ദേവി മഹാത്മ്യം വായിക്കുന്നവരാണ്. അവിടെയെല്ലാം തന്നെ മമത എന്ന് പറയുന്നതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് നവാക്ഷരി മന്ത്രം ജപിക്കാനാണ്. അപ്പം ഈ മമത എന്ന് പറയുന്നതാണ് ഉപദ്രവകാരി. അവിടെയും നമ്മൾ കാണുന്നു, ഈ പറയുന്ന സുരഥ രാജാവായാലും സമാധി എന്ന് പറയുന്ന കച്ചവടക്കാരനായാലും സുമേധസ് എന്ന് പറയുന്ന മഹർഷി ശ്രേഷ്ഠൻ്റെ ഉപദേശത്തോടുകൂടി മന്ത്രം നവാക്ഷരി എന്ന് പറയുന്ന ഐഹ്രിംഗ്ലിൽ ചാമുണ്ടായി വെച്ച് അത് ഗ്രഹിച്ചിട്ട് ജപിച്ച് മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക. മനസ്സിനെ നിയന്ത്രിച്ചിട്ട് മമതയിൽ നിന്ന് രക്ഷപ്പെടുക. ഇവിടെയും പറഞ്ഞതെന്താ? ജായാസുതാദിഷു സദാ മമതാംബി മുഞ്ച. വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാ തരത്തിലും മമത എന്ന് പറയുന്നത് എങ്ങനെ ഇരിക്കുമെന്ന് ബംഗാളിലേക്ക് പോയാൽ മതി. ഇല്ലേ? മമത മമത മമത. അപ്പൊ എല്ലാ തരത്തിലും ഈ പറയുന്ന രീതിയിൽ മമത എന്ന് പറയുന്ന ഞാനെന്ന ഭാവം, എൻ്റെ എന്നുള്ള രീതി, അത് വിട്ടിട്ട് മറ്റ് യാതൊന്നുമില്ല എന്നുള്ള ചിന്താഗതി, അതെല്ലാം തന്നെ ഇല്ലാതെയാക്കൽ ഭാഗവതത്തിന്റെ ലക്ഷ്യമാണ്. ദശമസ്കന്ധത്തിൽ വരുമ്പോൾ ഒന്നുകൂടി രൂഢമൂലമാകും. ദേഹേ അസ്ഥി മാംസരുധിരേ അഭിമതിം ത്യജത്വം ജായാസുധാദിഷു സദാ മമതാം വിമുഞ്ച
പശ്യ അനിശം ജഗതിദം ക്ഷണഭംഗനിഷ്ടം വൈരാഗ്യരാഗരസികോ ഭവ ഭക്തിനിഷ്ഠ. ഓരോന്നും വളരെ ചിന്തനീയമാണ്. വൈരാഗ്യരാഗരസികോ, വിരാഗന്മാരാകുക, രാഗമില്ലാത്ത അവസ്ഥയിലേക്ക്, വിരക്തി എന്ന് പറയുന്ന മാനസിക അവസ്ഥയിലേക്ക് നിങ്ങൾ വരണം. അനുരക്തമാകുന്ന ആസക്തിയെല്ലാം തന്നെ വച്ചു വളർത്തുന്ന സമ്പ്രദായത്തിൽ നിന്ന് നിങ്ങൾ വിട്ടകന്നു പോരണമെന്ന് പറയുമ്പോൾ അതും നിസ്സാരമല്ല, വളരെ ബുദ്ധിമുട്ട് പിടിച്ച കാര്യങ്ങളാണ്. അതേ രീതിയിൽ തന്നെ ക്ഷണഭംഗനിഷ്ഠമാണ് ഈ ജഗത്ത്. എങ്ങനെ? ചക്ഷുശ്രവണ കളസ്തമന്തർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിക്രസ്തമം ലോകവും ആലോലചേതസ ഭോഗങ്ങൾ തേടുന്നു. വന്നി സന്തപ്ത ലോഹസ്തംഭബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ഈ ക്ഷണഭംഗുരം എന്ന് പറയുന്ന ആധ്യാത്മിക വാക്ക്, അതാണ് നമ്മുടെ സ്പിരിച്വൽ വേൾഡിൽ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഈ ടെക്നിക്കൽ ടേം. അത് വാസ്തവത്തിൽ എന്തിനെ സംബന്ധിച്ചാണ് നമ്മൾ ജനിച്ചതും മരിക്കുന്നത് സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ സമ്പാദ്യങ്ങൾ ഈ പറയുന്ന ജഗത്തിലേക്ക് വരുന്ന കടന്നു വന്നപ്പോൾ നമ്മൾ കൊണ്ടുവന്നതും കൊണ്ടുപോകാത്തതുമായ സ്ഥിതിവിശേഷത്തെ സംബന്ധിച്ച്, നമ്മുടെ ജീവിതകാലത്തെ സംബന്ധിച്ച്, വന്യസന്തപ്ത ലോഹസ്തംഭബിന്ദുനാ സന്നിഭം, ഏതൊരു ചുട്ടുപഴുത്ത ആ കമ്പിക്കഷ്ണത്തിലേക്ക്, ഇരുമ്പിന്റെ ശകലത്തിലേക്കാണോ ഈ ജലം ഇങ്ങനെ വന്ന് പതിക്കുന്നത്, അതോ അതേ ശൈലിയിൽ ചൂട് ഏറ്റുകൊണ്ട് തിരോഭാവം തിരോധാനം ചെയ്യുന്ന അതേപോലെയാണ് മർത്യജന്മം ക്ഷണഭംഗുരം. ആരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മളെല്ലാവരും തന്നെ ചിരസ്ഥായി എന്നുള്ള മട്ടിലാണ് ഇവിടെ കഴിഞ്ഞുകൂടുന്നത്. ഇവിടെ അട്ടിപ്പേറായിട്ട് ഇരിക്കുമെന്നുള്ള ധാരണയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഏതായാലും ത്രിജുവും അതുപോലെ തന്നെ രാമകൃഷ്ണനും മറ്റും നോട്ടീസിൻ്റെ ആദ്യത്തെ ഡ്രാഫ്റ്റ് അയച്ചപ്പോൾ എൻ്റെ പേരിൻ്റെ മുകളിൽ എഴുതിയിരുന്നത് വാസ്തവത്തിൽ വിശിഷ്ട അതിഥി എന്നാണ്. എനിക്ക് സന്തോഷമായി. അതിഥി എന്നുള്ള പേര് മാറ്റിയിട്ട് ഇപ്പോൾ കാണുന്നു വിശിഷ്ട സാന്നിധ്യം എന്നാണ്. സാന്നിധ്യം ഈശ്വരൻ്റേതാണ്. അപ്പോൾ അതിഥി എന്ന് പറയുന്ന വാക്ക് ഭാഗവതത്തിൻ്റെതാണ്. കാരണം നിങ്ങളും ഞാനും എല്ലാവരും തന്നെ അതിഥികളായിട്ട് വാഴണം എന്നുള്ളത് എഴുത്തച്ഛൻ ഭംഗിയായിട്ട് പ്രയോഗിച്ചിട്ടുണ്ട് ഈ മലയാള ഭാഗവതത്തിൽ. അതിഥി പോലെ വാണ്. നമ്മളെല്ലാവരും വരുത്തന്മാരാണ്. നമുക്ക് സ്വന്തമായിട്ട് ഇവിടെ യാതൊന്നുമില്ല, നമ്മളുടേത് എന്നുള്ള അഭിമാനം വേണ്ട. നമുക്ക് തോന്നും എൻ്റെ കുട്ടി എൻ്റെ ഭാര്യ എന്നെല്ലാം തന്നെ ചിന്തിക്കും. ഷഷ്ഠസ്കന്ധത്തിൽ നിങ്ങൾ വൃത്രൻ്റെ ആ കഥയിലേക്ക് കടക്കുമ്പോൾ ഈ പറയുന്ന രീതിയിൽ ഈ കഥാഭാഗം വരുന്നുണ്ട്. ചിത്രകേതുവിൻ്റെ ഉപാഖ്യാനം വരുമ്പോൾ വളരെ വ്യക്തമായിട്ടും ബന്ധത്തെയെല്ലാം തന്നെ വിച്ഛേദിച്ചുകൊണ്ട് അർത്ഥശൂന്യമായിട്ടുള്ളതാണ് ബന്ധം എന്നിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. എന്തിനങ്ങോട്ടേക്ക് പോകണം? ഇന്ന് രാവിലെ നിങ്ങൾ കുന്തിയുടെ സ്തുതി വായിച്ചപ്പോൾ എന്താണ് ഭഗവാനോട് കുന്തിദേവി ആവശ്യപ്പെട്ടത്? എനിക്ക് വൃഷ്ണഷോ പാണ്ഡുഷോ, അല്ലെങ്കിൽ പാണ്ഡവന്മാരോടും വൃഷ്ണികളോടും എനിക്കുള്ള ബന്ധമെല്ലാം തന്നെ ഛേദിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ബന്ധങ്ങളെല്ലാം തന്നെ വിച്ഛേദിച്ചു തരാനല്ലേ ഈ അമ്മ, ഈ കുന്തിദേവി എന്ന് പറയുന്ന ശ്രേഷ്ഠമതിയായിരിക്കുന്ന ഭാരതീയ വനിത ആവശ്യപ്പെട്ടത്? അപ്പോൾ എല്ലാ തരത്തിൽ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഇല്ലാതെയാക്കുക. വളരെ ശ്രമിച്ചാൽ മാത്രം കിട്ടുന്ന ഒരു സംഗതിയാണ് ഈ പറയുന്ന അറ്റാച്ച്മെന്റിൽ നിന്നുള്ള ഡിറ്റാച്ച്മെന്റ്. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങളിൽ വ്യാപൃതരായി കൂടുതൽ അടുത്തുകൂടിക്കൊണ്ട് വിട്ടകന്ന് പോരാൻ പറ്റാത്ത സ്ഥിതിവിശേഷത്തിലേക്ക് മനസ്സ് പോകുന്നുണ്ട്. അതിൽ നിന്നുള്ള രക്ഷയാണ് ഇവിടെ പറയുന്നത്. മാംസ അസ്ഥി രക്തമയമിത്തരുവിങ്കൽ ആത്മജായാസുതാദിഷു. അപ്പൊ മക്കളായാലും ഭാര്യയായാലും വിടണം മമത്വം കണ്ടാലും ഈ ഉലക സർവം അനിത്യമെന്നായി ഏവം വിരക്തിയോട് വാഴുക ഭക്തിപൂർവം. അപ്പൊ ഇന്നത്തെ ഈ വൈകുന്നേര സന്ധ്യ അല്ലെങ്കിൽ ഈ പറയുന്ന സായാഹ്ന വേളയിലെ ഈ സത്സംഗം, അതിൽ നമ്മൾ ഇന്നലത്തിന് തുടർച്ചയായിട്ട് കാണുന്നത് ഏതൊരു ഗോകർണനാണോ നമുക്ക് മാതൃകാപുരുഷൻ, ഏതൊരു ദുന്തുകാരിയാണോ പരിണാമത്തിന് വിധേയനായി മുക്തിയെ പ്രാപിക്കുന്നത് ഈ ഗോകർണനിലൂടെ, ഏതൊരു ശരീര അവയവത്തിലുള്ള 7 തലങ്ങളാണോ നമ്മൾ താണ്ടേണ്ടത്, ദൈനംദിന ഉപാസനയിലൂടെ കടന്നു വരേണ്ട ആ സംഭവം അത് വ്യക്തമാക്കുകയാണ്. എന്നിട്ട് വീണ്ടും പറയുന്നത് ധർമ്മം ഭജസ്വ സതതം ത്യജ ലോകധർമാൻ. ധർമ്മത്തെ വിടരുത് എന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ ത്യജ ലോകധർമാൻ എന്ന് ഉപദേശിക്കുകയാണ്. ലോകധർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ശാരീരിക ധർമ്മങ്ങളാണ്. ദാഹവും വിശപ്പുമെല്ലാം തന്നെ ശരീരത്തിൻ്റെതാണ്. ഭാര്യാഭർത്തൃ ബന്ധമെല്ലാം തന്നെ ശരീരം കൊണ്ടുണ്ടാകുന്നതാണ്. ശരീരം എന്ന് പറയുന്ന മായാജന്യമാണ്. ശരീരം കൊണ്ടുണ്ടായതാണ് ഈ പ്രപഞ്ചം. ശരീരം ഉള്ളിടത്തോളം കാലം മാത്രമേ ഈ പറയുന്ന സംസാരമുള്ളൂ. അപ്പോൾ സംസാരത്തിന് ഹേതുവായിട്ടുള്ള ശരീരം, അവിടെയാണ് വാസ്തവത്തിൽ ഇതെല്ലാം തന്നെ ലോകധർമ്മങ്ങളെ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള ധർമ്മങ്ങളെ പതുക്കെ പതുക്കെ അതിൽ നിന്ന് വിടുതൽ വാങ്ങുക, എന്നിട്ട് ധർമ്മത്തെ ഭജിക്കുക. എന്താണ് ധർമ്മം? ഒരല്പനേരം നിങ്ങളുടെ മനസ്സെനിക്ക് തരണം,
പ്രഥമസ്കന്ധത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നു സവൈ പുംസാം എന്തെന്നായി പറയുന്നത് പരമോധർമ്മ. ഈ പരമമായിരിക്കുന്ന ധർമ്മം എന്താണ് എന്ന് പറയുന്നത് ഹരിയിലുണ്ടാകുന്ന, ഹരി എന്ന് പറഞ്ഞാൽ ഈശ്വരൻ, ഈശ്വരനിലുണ്ടാകുന്ന അഹേതുകമായ അഹൈതുകി എന്ന് പറയുന്ന ഭക്തി, യാതൊരു കാരണവും കൂടാതെ ഈശ്വരനോട് തോന്നുന്ന ഭക്തി. നമ്മുടെ ഭക്തിയെല്ലാം തന്നെ സിസ്റ്റർ മേരി ബെനീഞ്ഞ പാട്ടുപാടാൻ പോയത് മുഴുവൻ കാമുകൻ ഉപേക്ഷിച്ചു പോയത് കൊണ്ടാണ്. സിസ്റ്റർ മേരി ബെനീഞ്ഞ, മേരി ജോൺ തൂത്താട്ടുകുളം. അപ്പൊ അവര് പാടിയ ഈ പഞ്ചജാമരം വൃത്തത്തിലുള്ളത് ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞ് നാം തിരിക്കണം, വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാന്നൊക്കെ പാടി 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 അവരെങ്ങനെ ഇങ്ങനെയായി എന്ന് ചോദിച്ചാൽ കാമുകൻ ഉപേക്ഷിച്ചു പോയപ്പോൾ വന്ന വിരക്തിയാണ്. ആ വിരക്തിയല്ല, എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഇങ്ങനെ വച്ചു പുലർത്തിയിട്ട് ആഗ്രഹം നടക്കാതെ വരുമ്പോൾ വിട്ടുപോകുന്നത്, അത് വാസ്തവത്തിൽ ഒരു വെറുപ്പ്. അത് വിരക്തിക്ക് സദൃശമല്ല. ആഗ്രഹിച്ചത് കിട്ടാതെ പോകുമ്പോൾ മനഃപൂർവ്വം സന്യാസം സ്വീകരിക്കുന്ന അത്രമാത്രം ശ്ലാഘനീയവുമല്ല. അപ്പൊ എല്ലാ തരത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിരക്തി എന്ന് പറയുന്ന അത്യുദാത്തമായിരിക്കുന്ന ഒരവസ്ഥയാണ്. അത് നമ്മൾ സമ്പാദിക്കേണ്ട ഉപാസനയിലൂടെ, ഈശ്വരന്മുഖമായിട്ടുള്ള മനസ്സ് വെച്ച് പുലർത്തിക്കൊണ്ട് സത്യമായിരിക്കുന്ന നിഷ്ഠയിലൂടെ, സത്യമായിട്ടുള്ള ബ്രഹ്മം മാത്രം ബാക്കിയെല്ലാം തന്നെ വാസ്തവത്തിൽ മിഥ്യ മാറി മറിഞ്ഞു വരുന്നതാണെന്നുള്ള ബോധത്തോടുകൂടി അവയോട് അമിതമായിരിക്കുന്ന താല്പര്യം വെച്ച് പുലർത്താതിരിക്കുന്നത് തന്നെ വിരക്തി. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. എന്നിട്ടെന്ത് വേണം? ധർമ്മത്തെ നിങ്ങൾ ഭജിക്കുക. അവനവനിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യം എന്തെന്ന് ഭാഗവതം പ്രഘോഷിക്കുന്നത് ഈശ്വരനോട് തോന്നുന്ന അനന്യമായിരിക്കുന്ന ഭക്തിയാണ്, അദമ്യമായിരിക്കുന്ന സ്നേഹമാണ്. സാധു അസ്മിൻ പരമ പ്രേമരൂപ എന്ന് നാരദർ പാടിത്തരുന്ന ഭക്തി, അത് യാതൊരു ആവശ്യങ്ങളും ഉന്നയിക്കാതെ നിഷ്കാമമായിട്ടും നിർഗുണമായിട്ടും. നിങ്ങൾ കപിലന്റെ ഗീതയിലേക്ക് കടക്കുന്ന ആളെ, ആ കപിലവാസുദേവൻ ഗീത ഇതെല്ലാം തന്നെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ സാത്വികപ്രധാനമായിട്ടുള്ള ഭക്തിയും രാജസപ്രധാനമായിട്ടുള്ള ഭക്തിയും പറയുന്ന കൂട്ടത്തിൽ താമസപ്രധാനമായിട്ടുള്ള ഭക്തിയും പറയുന്നുണ്ട്. പക്ഷെ നിർഗുണഭാവത്തിൽ വന്ന ഭക്തിയിലേക്ക് നമ്മളെ കടത്തിക്കൊണ്ടുവരുന്നതും അദ്ദേഹം തന്നെയാണ്. സഗുണഭാവത്തിൽ നിന്ന് നിർഗുണഭാവത്തിലേക്ക് എത്തുമ്പോൾ ഏതൊരു ഭക്തിയാണോ ഉദാത്തമാകുന്നത്, അവിടെ പ്രത്യേകിച്ച് ആവശ്യകതകൾ യാതൊന്നുമില്ല, കറുപ്പുമില്ല, വെളുപ്പുമില്ല, ചുവപ്പുമില്ല, ഗുണാതീതമായ നിർഗുണമായിരിക്കുന്ന അവസ്ഥയുള്ള ഭക്തിയാണ് ഏറ്റവും അഭികാമ്യം എന്നെല്ലാം തന്നെ അമ്മയോട് പറഞ്ഞു കൊടുക്കുന്ന കപിലഗീതയിലൂടെ കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഭക്തി തന്നെ എത്ര തരത്തിൽ. നമ്മൾ ഭക്തന്മാരാണോ എന്ന് സ്വയം ആലോചിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം, ഒരാത്മപരിശോധന നടത്തേണ്ട സന്ദർഭമാണ്. നമുക്ക് ഭക്തിയുണ്ടോ? നമുക്കുള്ളത് എന്താണ്? ഭക്തിയാണോ വിഭക്തിയാണോ? അപ്പൊ ഇവിടെയും ആ ഭക്തിയാണ് വാസ്തവത്തിൽ ധർമ്മം. ധർമ്മം ഭജസ്വ സതതം ത്യജലോകധർമാൻ. എന്നിട്ടോ സേവസ്യ സാധുപുരുഷൻ ജഹി കാമതൃഷ്ണാം. എല്ലാവരെയും സേവിക്കുന്ന രീതിയിൽ പോവുക. മാനവസേവ, മാധവസേവ എന്ന് പറയുന്ന രീതിയിൽ എല്ലാവരെയും സേവിക്കുന്ന രീതിയിലേക്കാകുക. ഇന്ന് രാഷ്ട്രീയക്കാരെ കണ്ടുപഠിക്കുക, നല്ല സേവയാണ്. അപ്പൊ എല്ലാ തരത്തിലും സേവിക്കുക എന്ന് പറഞ്ഞാൽ എന്തെല്ലാം അവർ സേവിക്കുന്നുണ്ട്. വൈകുന്നേരം കിട്ടുന്നതൊക്കെ സേവിക്കും. അതുകൂടാതെ നമ്മുടെ കൂടെ വരുന്നവരുടെ പോക്കറ്റ് അടിച്ചുകൊണ്ട് അതും സേവിക്കും. അങ്ങനെ സേവ എന്ന് പറഞ്ഞാൽ ചാത്തസേവയേക്കാൾ കഷ്ടം. ചാത്തസേവയ്ക്ക് കുറെ പൈസയൊക്കെ ചിലവുണ്ട്, കള്ളും പൊടിയൊക്കെ കൊടുക്കണം. അപ്പൊ അതേ രീതിയിൽ അതിനേക്കാൾ കഷ്ടമായിട്ടുള്ള സേവകൾ നടത്തുന്നത് ഇവിടെ വാസ്തവത്തിൽ എന്ത് സേവയാണ് ഇവിടെ പറയുന്നത്? ജനതയെ സേവിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക, മനുഷ്യത്വം ഉണ്ടാവുക, മനുഷ്യനിലൂടെ ഈശ്വരനിലേക്ക് പോവുക. ഈശ്വരൻ വാസ്തവത്തിൽ മാനുഷികത ഉള്ള വ്യക്തിക്ക് മാത്രം തന്നെ പ്രാപ്യമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷമാണെന്ന് മനസ്സിലാക്കുക. ഒരു മനുഷ്യന് മാത്രമേ ഈശ്വരനെ കണ്ടുപിടിക്കാൻ കഴിയുക. കാരണം എന്താ? അവിടെ നിത്യാനിത്യ വിവേകം വേണമെന്നുള്ള ചിന്ത. അതാണ് വാസ്തവത്തിൽ സത്സംഗമാർന്ന വിഷയാശകൾ വിട്ട് ലോകധർമ്മം വെടിഞ്ഞത് നടത്തണം. ആത്മധർമ്മം എന്ന് മലയാളീകരിച്ചു. ആത്മധർമ്മം. ഞാൻ എന്തിനാണ് ജനിച്ചതെന്നുള്ളൊരു ഉത്തമ ബോധ്യം വന്നിട്ട് ആത്മസാധ്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ ഏതൊരു വിദ്യയാണോ ഉതകുന്നത് അതിലൂടെ കടന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആത്മധർമ്മം കിട്ടും. മറ്റ് ശാരീരിക ധർമ്മങ്ങളെല്ലാം തന്നെ വിട്ടു. ഒന്നുകൂടി പറഞ്ഞാൽ സർവധർമ്മൻ പരിത്യജ്യ മാം ഏകശരണം പ്രജ എന്ന് പറയുന്ന ഗീതാവചനമാണ് ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ളത്. സർവധർമ്മൻ പരിത്യജ്യ മാം ഏകശരണം പ്രജ അഹൈതുകീ ഭക്തി എന്ന് ഭാഗവതം പറയുന്ന ഈശ്വര ഭക്തി. അത് സാധിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ട് ഉണ്ടാകുന്ന ഗുണം നിസ്സാരമല്ല, വളരെയേറെ സാരവത്താണ്. അന്യന്റെ ദോഷഗുണചിന്തകൾ വിട്ട നിത്യം സർവേശ്വരന്റെ ചരിതാമൃതം ആസ്വദിക്കൂ. ഈ രീതിയിലേക്ക് വരാൻ നിങ്ങൾ വാസ്തവത്തിൽ ശ്രദ്ധിക്കേണ്ട, ജനിച്ച കാലം മുതൽ മരിക്കുന്നവരേക്ക് ഇത്തരത്തിലാകണമെന്നൊന്നുമില്ല. മാതൃകാപുരുഷനായിരിക്കുന്ന കാലടിയിൽ ജനിച്ച് 12 വയസ്സ് വരെ വേദാഭ്യാസം നടത്തി ശ്രേഷ്ഠമതിയായിട്ടുള്ള അദ്ദേഹം 4
മഠങ്ങളെല്ലാം തന്നെ ഭാരതാംബയുടെ മാരണത്തിൽ അവിടെ എവിടെയുമായിട്ടൊക്കെ സ്ഥാപിച്ച അദ്വൈത വേദാന്തത്തിന്റെ അങ്ങേയറ്റത്തെ ഉദാഹരണമായിരിക്കുന്ന കാലടിയിൽ ജനിച്ച ശങ്കരാചാര്യ സ്വാമികൾ നന്നേ ചെറുപ്രായത്തിലെ തന്നെ സന്യാസത്തിലേക്ക് പോയത് ചിന്തിച്ചു നോക്കൂ. അത് ജന്മനാ കിട്ടിയിരിക്കുന്ന ഇൻഹറൻ്റ് ആയിരിക്കുന്ന ഒരു ക്വാളിറ്റിയാണ്. അത് ജന്മസിദ്ധമായിരിക്കുന്ന ഒരവസ്ഥയാണ്. അതേ ഈ കാലടി പുഴയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുതലക്കടവ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് മുതലയൊന്നുമില്ല, പക്ഷെ മുതല അവിടെ പ്രത്യക്ഷമാവുകയാണ് അദ്ദേഹത്തിൻ്റെ ഇച്ഛ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇച്ഛ ഒരു മുതലയെ അവിടെ കൊണ്ടുവരുന്നതും ആ മുതല വിഴുങ്ങാനായിട്ട് നോക്കുന്നതും അമ്മ പേടിച്ചരണ്ടു പോകുന്നതും അമ്മയോട് ആവശ്യപ്പെടുന്നു, എന്നെ വിടൂ, എന്നെ സന്യാസത്തിന് വിടൂ. അപ്പോൾ ഈ മുതലയും വിടുമെന്ന് പറഞ്ഞപ്പോൾ അതിൽ അന്തർഭവിച്ചിരിക്കുന്ന രഹസ്യം മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കില്ലാതെ പോയത് കൊണ്ട് ഒരു മുതലയെ ചിത്രീകരിച്ചു. അവിടെ കൊച്ചു കുഞ്ഞിനെ അവിടെ കൊണ്ടുവന്ന് വെച്ചു. വിഴുങ്ങാൻ പോകുന്ന പടമെല്ലാം തന്നെ വരച്ചു വെച്ചു. മാറത്തടിച്ച് നിലവിളിക്കുന്ന അമ്മയെ പ്രദർശിപ്പിച്ചു. അമ്മയോട് പറഞ്ഞു, എന്നെ വിടാം, സന്യാസത്തിന് വിട്ടാൽ മുതല വിടുമെന്നല്ല പറയുന്ന കഥയാണ്. അവിടെ വാസ്തവത്തിൽ ഭാഗവതത്തെ കൂട്ടിക്കുഴച്ചുകൊണ്ട് പഠിക്കാനുള്ളൊരവസരമാണ്. കർമ്മഗ്രഹഗ്രഹീതാംഗം. ഇനി അഷ്ടമസ്കന്ധത്തിൽ നമ്മൾ ഈ പറയുന്ന ഗജേന്ദ്രന്റെ കഥ വായിക്കുമ്പോൾ ഈ നക്കർത്തെ മുതലയെ കാണാം. ഈ മുതല എന്ന് പറയുന്ന കർമ്മത്തിന്റെ പ്രതീകമാണ്. കർമ്മത്തിൽ നിന്ന് രക്ഷിക്കൂ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. 12 വയസ്സായപ്പോൾ ആ കുട്ടിക്ക് തോന്നി സർവധർമ്മങ്ങളെയും പരിത്യജിച്ചുകൊണ്ട് സർവകർമ്മങ്ങളിൽ നിന്ന് വിമുക്തി നേടിക്കൊണ്ട് സന്യാസം എന്ന് പറയുന്ന സമ്യക്കായിട്ട് നശിക്കുന്ന രീതിയിലേക്ക് പോകണമെന്ന്. ചിന്തിച്ചു നോക്ക്, വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ അടുത്തയിട നമുക്ക് വേണ്ടപ്പെട്ട മറ്റൊരു മഹാനുഭാവൻ കൂടി സന്യാസം സ്വീകരിക്കുന്നുണ്ട്. മാടശ്ശേരി എന്ന് പറയുന്ന തൃശ്ശൂർക്കാരൻ. ഭാഗവതവും അതുപോലെ ശിവപുരാണവും എനിക്ക് വളരെ ഇഷ്ടനായിട്ടുള്ളൊരു വ്യക്തി. അപ്പോൾ അദ്ദേഹവും സന്യാസം സ്വീകരിക്കുന്നുണ്ട്. ഭാര്യയില്ല, മക്കളില്ലാത്ത അവരുടെ ജന്മമാണ് അദ്ദേഹത്തിൻ്റേത്. സഹോദരിയും വാസ്തവത്തിൽ അവിവാഹിത. നിങ്ങൾ ഒരുപക്ഷെ കണ്ടു കാണും, കേട്ട് കാണും, അല്ലെങ്കിൽ പരിചയപ്പെട്ട് കാണും. അതേപോലെ തന്നെ നൊച്ചൂര് സന്യാസം സ്വീകരിച്ചപ്പോൾ ഞാനിങ്ങനെ വളരെയേറെ സങ്കടപ്പെട്ടു. കാരണം എന്താ, ഒരു സന്യാസി ജന്മനാ സിദ്ധനായിട്ടുള്ളൊരു വ്യക്തിക്ക് പ്രത്യേകിച്ച് വേഷം കെട്ടി സന്യാസിയായിട്ട് നടക്കേണ്ടതുണ്ടോ? ജന്മനാ സിദ്ധനാണ്. ഭാഗവത്തിലൂടെയും അതുപോലെ തന്നെ ശങ്കരാചാര്യ സ്വാമികളിലൂടെയും കടന്ന് അദ്വൈത വേദാന്തത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നുണഞ്ഞ് ആസ്വദിച്ചു പോകുന്ന ഒരു വ്യക്തിക്ക് വീണ്ടും ഒരു സന്യാസിയുടെ വേഷം കെട്ടേണ്ട കാര്യം എന്ത് എന്ന് ഞാൻ ചിന്തിച്ചു പോയി. രമണ മഹർഷിയുടെ ഒരു പ്രത്യേക വാക്കാണ് എനിക്ക് ഓർമ്മ വന്നത്. സന്യാസം നല്ലതാണ്. എന്താ സന്യാസം? സന്യാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു കോലും കിട്ടും, ഒരു കമണ്ഡലവും കിട്ടും. വീണ്ടും കേട്ടോ നിങ്ങൾ, സന്യാസം സ്വീകരിച്ചാൽ 2 സാധനങ്ങൾ വേറെ കിട്ടും. ഒന്ന് കോല്, അത് മാറ്റി വയ്ക്കാൻ പറ്റില്ല, എപ്പോഴും ഇങ്ങനെ കൊണ്ടു നടക്കണം. ഉറങ്ങുന്ന സമയത്തും കയ്യിൽ കോല്. എന്തിനാപ്പ ഈ സന്യാസം? കമണ്ഡലു എന്ന് പറയുന്ന വെള്ളം തളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ പോകാൻ വേണ്ടി പ്രോഷിക്കാനുള്ള ജലവും കൊണ്ട് കിടക്കുന്ന കമണ്ഡല്. പ്രാരബ്ധം വീണ്ടും സന്യസിച്ച് വീണ്ടും പ്രാരബ്ധക്കാരനാകുന്ന രീതി. ഇതാണ് നമ്മുടെ ഇന്നത്തെ സന്യാസം. പക്ഷേ സന്യാസം എന്ന് പറയുന്ന സമ്യക്കായിട്ട് നശിക്കുന്ന ഒരു മാനസിക അവസ്ഥയാണ്. ഞാൻ പറയുന്ന വരുന്ന നല്ലപോലെ ചിന്തിക്കുക, നല്ലൊരു സൈക്കോളജി. അപ്പോൾ ഇന്ത്യൻ സൈക്കോളജി എന്ന് പറയുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന മനഃശാസ്ത്രത്തിൽ ഭാഗവത്തിൻ്റെ സ്ഥാനം വളരെയേറെ ശ്രേഷ്ഠമാണ്. നമ്മൾ മനസ്സിനെ മെരുക്കി കൊണ്ടുവരുമ്പോൾ നമുക്കെല്ലാം സാധിക്കും. ഇന്നിപ്പോൾ വാസ്തവത്തിൽ വളരെ ബുദ്ധിമുട്ട് എന്ന് പറയുന്ന കഞ്ചാവ് പോലുള്ള ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് വിമുക്തി നേടാനായിട്ട് എന്താ വിദ്യ എന്ന് എല്ലാവരും ഇങ്ങനെ ശക്തമായിട്ട് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് കിടക്കുമ്പോൾ ആ വിദ്യ എന്ന് പറയുന്നത് നിസ്സാരമാണ്. ചെറുപ്പം മുതലേ നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടുവരുന്ന ഉപാസന സമ്പ്രദായത്തിലൂടെ മനസ്സ് കരുത്തമാക്കിയാലും കരുത്തുള്ളതാക്കി തീർത്താൽ നമുക്ക് സാധിക്കുന്നതാണെന്ന് പഠിപ്പിക്കാൻ ആരുമില്ലാതെ പോയി. ജപിക്കുന്നതും തപിക്കുന്നതുമെല്ലാം തന്നെ വിട്ടിട്ട് കൊച്ചുകുട്ടികളെ പോലെയും മന്തിയും കുഴിമന്തിയും കോലുമന്തിയൊക്കെ കഴിപ്പിച്ചുകൊണ്ട് നീറ്റിക്കൊണ്ട് അവയെല്ലാം തന്നെ വികൃതമായിട്ടുള്ള മനസ്സിൻ്റെ ഉടമകളാക്കുന്ന നമ്മളാണ്. ചിലരെൻ്റെ വീട്ടിലേക്ക് വന്നാൽ മലര് ഹോമിക്കാൻ പറഞ്ഞാൽ ഹോമിക്കില്ല. എന്താ കാരണം? ഞാൻ ഇന്നലെ രാത്രി ചിക്കൻ ബിരിയാണി കഴിച്ചു എന്ന്. അപ്പോൾ അവർക്ക് ഉള്ളിൽ തന്നെ ഒരു പേടി. ചിക്കൻ ബിരിയാണി കഴിഞ്ഞിട്ട് ഗണപതി ഭവനത്തിൽ മലരെങ്ങനെ ഹോമിക്കും? ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, അത് തിന്നൊക്കെ ദഹിച്ചു പോയി എന്ന് പറഞ്ഞാൽ അവർ ചെയ്യില്ല. കാരണം എന്താ? ചെയ്യാൻ പാടില്ലാത്ത ചെയ്തു എന്നൊരു തോന്നല്. എന്തിനാണ് അപ്പോൾ ഈ വേണ്ടാത്ത പണിക്ക് പോയത്? അപ്പോൾ ചെറുപ്പം മുതൽ നമ്മൾ നിഷ്ഠയോടും ചിട്ടയോടും കൂടി ആഹാരാദി കാര്യങ്ങളെല്ലാം തന്നെ നിയന്ത്രിച്ചു കൊണ്ടുപോയാൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്ത് യാതൊന്നും ഇല്ല. എല്ലാത്തിനും നിയന്ത്രിക്കാം. ആ രീതിയിലേക്ക് നമ്മൾ വരണമെന്ന് മാത്രം. അതാണ് ഇവിടുത്തെ ലക്ഷ്യവും. അപ്പം ഈ പറയുന്ന ധുന്തുകാരി എന്ന് പറയുന്ന ദുർമൃതി പ്രേതത്തിൻ്റെ കഥയും അവിടെ ഈ സപ്തകേന്ദ്രങ്ങളെല്ലാം തന്നെ അതിക്രമിച്ചുകൊണ്ട് രക്ഷപ്പെടുന്ന ആ പ്രേതത്തിൻ്റെ കഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇത് നമ്മൾ ശരീരം കൊണ്ട് സാധിക്കേണ്ടതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ രംഗം മാറ്റി നമുക്ക് ഭാഗവതത്തിലേക്ക് കടക്കാം. ഉറപ്പിക്കുവാവോ ഈ ഭാഗവത മാഹാത്മ്യം? ഏതൊരു ഭാഗവത മാഹാത്മ്യമാണോ നിങ്ങളിങ്ങനെ പഠിക്കാൻ ശ്രമിക്കുന്നത്, അതിന് നിങ്ങളുടെ ശരീരം അനിവാര്യമാണ്.
ശരീരത്തെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. കാരണം ശരീരം ഉപയോഗിച്ചുകൊണ്ട് വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ. കുത്തിയിരുന്ന കൊണ്ട് ജപിക്കുക, തപിക്കുക, എന്നിട്ട് മനസ്സിനെ മെരിക്കുക. ശരീരാന്തർഗതമായിട്ടുള്ള സുഷുമ്നാഖണ്ഡത്തെയെല്ലാം തന്നെ നിയന്ത്രിച്ചുകൊണ്ട് മുകളിലേക്ക് കയറാൻ നോക്കുക. ഒരു ദിവസം കൊണ്ട് സാധിക്കില്ല. വളരെയേറെ വർഷങ്ങൾ കിടന്ന് പരിശ്രമിച്ചാൽ ചിലപ്പോൾ സാധിച്ചെന്ന് വരും, ചിലപ്പോൾ സാധിച്ചില്ല എന്നും വരും. മലയാള ഭാഗവതക്കാരൻ ഈ പറയുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ പാടിയ പോലെ നാളീക സൂത്രത്തോടെ കാണാതെ കണ്ട അജ്ഞന്മാരും മേതിന് തന്നെ ഈ പ്രതിമാദികൾ തോറും നടന്ന് ആദരാൽ അന്വേഷിച്ച് ദീനരായി വലയുന്നു എന്നുള്ള മട്ടിൽ നമ്മൾ അവശേഷിച്ച് കിടക്കേണ്ട വല്ല കാര്യമുണ്ടോ? നമ്മുടെ ശരീരത്തിൽ തന്നെ ഇട്ടുതന്നിരിക്കുന്ന ഷഡ്ചക്രങ്ങളെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് അതിനെ ഭേദിക്കാനുള്ള കഴിവ് ഈ പറയുന്ന ലളിതാ സഹസ്രനാമത്തിലൂടെ ഇട്ടു തന്നിട്ട് നിങ്ങൾ വെറുതെ വിളക്ക് വെച്ച് പൂജ നടത്തിക്കൊണ്ട് എല്ലാം കഴിഞ്ഞു എന്നുള്ള മട്ടിൽ നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നത് ശരിയാണോ? വേഗത്തിൽ പറയണ കാരണം കേൾക്കണ്ടോ? എന്നാലും കേൾക്കും. പതുക്കെ പറഞ്ഞ കുഴപ്പമായതുകൊണ്ടാണ് ധൃതി പറയുന്നത്. കുഴപ്പമൊഴി പറയണ മുഴുവൻ മുഴുവൻ കുഴപ്പമാണ്. അപ്പൊ എല്ലാ തരത്തിലും ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് ജീവിതം നയിക്കാൻ നോക്കുമ്പോൾ ഇതിനാണ് അപ്പോൾ ഇയാൾ ഇതൊക്കെ പറയുന്നത്. ശരീരത്തെ നോക്കുന്നത് 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, 12 ആകുമ്പോൾ നല്ല ഉച്ചയ്ക്ക് നല്ല ഡിന്നർ, വൈകുന്നേരത്തെ ചായ, അത് കഴിഞ്ഞ് രാത്രിയിൽ സപ്പർ, കിടന്നുറങ്ങുക. ഇതാണ് ശരീരം. അങ്ങനെയുള്ള ശരീരധർമ്മത്തെയെല്ലാം തന്നെ ഉപേക്ഷിച്ച് കുത്തിയിരിക്കുന്ന പരീക്ഷത്തിനെയാണ് ഇനി അവതരിപ്പിക്കാൻ പോകുന്നത് ഭാഗവതത്തിൽ. മഹാത്മ്യമെല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ട് എങ്ങനെ ഒരു വ്യക്തിക്ക് പരമഹംസനാകാം, പരമഹംസന്മാരുടെ പരമ്പരയിൽ നമ്മൾ കണ്ടുതുടങ്ങുന്ന നാളെ കാണാനിരിക്കുന്ന പരമഹംസനായിരിക്കുന്ന കപിലവാസുദേവനെ തുടർന്ന് ഓരോരോ കഥാപാത്രങ്ങളെ പരമഹംസ പദവിയിലെത്തിയിരിക്കുന്ന പ്രഹ്ലാദനായാലും ധ്രുവനായാലും അങ്ങനെയുള്ള കഥാപാത്രങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് ഒടുവിൽ നമ്മൾ പരമഹംസ പദവിയിലേക്ക് നയിക്കുന്നത് പരീക്ഷിത്ത് എന്ന് പറയുന്ന ജീവനെയാണ്. ഞാൻ പ്രയോഗിച്ച വാക്ക് കേട്ടോ, ജീവനെ. പരീക്ഷത്തിനെയും ഇതുപോലെ തന്നെ ആത്മദേവനെ പോലെ, ദുന്ദകാരിയെ പോലെ, അല്ലെങ്കിൽ ഗോകർണനെ പോലെ, അല്ലെങ്കിൽ ഈ ദുന്ദുലിയെ പോലെ, അല്ലെങ്കിൽ അനുജത്തിയെ പോലെ ശരീരത്തിൽ തന്നെ പറ്റിപ്പിടിച്ച് കിടക്കുന്ന അവസ്ഥകളായിട്ട് കാണണം. പരീക്ഷിത്ത് എന്ന് പറയുന്ന ജീവനാണ്. രുക്മിണി എന്ന് പറയുമ്പോൾ ജീവനായിട്ട് തന്നെ കണ്ടേ മതിയാവൂ. നാളെ രാവിലെ നിങ്ങൾ കാണാനിരിക്കുന്ന ദേവഹൂതി ജീവനാണ്. ദേവഹൂതിയുടെ ഭർത്താവായിരിക്കുന്ന കർദമ പ്രജാപതി ജീവനെ നിയന്ത്രിച്ച വ്യക്തിയാണ്. അത്തരത്തിലുള്ള ആ ജീവന്മാർ അഥവാ ഭാര്യാഭർത്തക്കന്മാർ സംയോഗത്തിലൂടെ സാധിച്ചെടുത്ത ആ ഉപാസനയുടെ വൈദഗ്ധ്യമാണ് ഈ പറയുന്ന കപിലവാസുദേവൻ. അതും ഒരു ശാരീരിക പ്രവൃത്തിയിലൂടെ സാധിക്കുന്ന ഈശ്വര ജന്മത്തിൻ്റെ ഉദാഹരണം. ശാരീരിക ധർമ്മത്തിലൂടെ എന്തിനാണപ്പോൾ അത്തരത്തിലൊരു ക്രിയ ഇവിടെ കൊണ്ടുവന്നത്? അല്ലയോ മനുഷ്യരെ, ദാമ്പത്യ ജീവിതം വളരെയേറെ മോശമാണെന്നൊന്നും ചിന്തിക്കേണ്ട. ജനിച്ചപാട് ഈ പറയുന്ന സംസാരത്തെ ത്യജിച്ചുകൊണ്ട് സന്യാസത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. ഭാര്യാഭർത്തൃ ജീവിതം നയിക്കുമ്പോഴും നിങ്ങൾക്ക് വാസ്തവത്തിൽ ആ സംയോഗത്തിലൂടെ സംഭോഗമാക്കാതെ സംയോഗമാക്കിക്കൊണ്ട് അതിലൂടെ ഈശ്വരാവതാരം സാധിക്കണം. നിങ്ങൾക്കുണ്ടാകുന്ന കുട്ടി ഈശ്വരൻ തന്നെയായിട്ട് മാറട്ടെ. ഉണ്ണി മിശിഹ എന്നെല്ലാം ക്രിസ്ത്യാനികൾ പറയും ഇല്ലേ? ഉണ്ണി മിശിഹ, ഉണ്ണി മിശിഹ. ഈശ്വരനാണ് മിശിഹ. ഉണ്ണി എന്ന് വെച്ചാൽ കൊച്ചു കുഞ്ഞ്. എവിടെ നിന്ന് പോകുന്നത്? കന്യാമറിയം കല്യാണം കഴിച്ചു, എങ്കിലും അങ്ങനെ പ്രസവിച്ചു പോയി. അതപ്പം എങ്ങനെ ഇപ്പോഴത്തെ കുട്ടികൾ കാണിക്കുന്നതാണ്. എന്നിട്ട് വലിച്ച് എറിയും തോട്ടിലേക്ക്. കാരണം എന്താ? കല്യാണം കഴിഞ്ഞിട്ടില്ല, പ്രസവിച്ചായിട്ട് ആരെങ്കിലും അറിഞ്ഞാൽ പോക്കണം കേട്. കുന്തിദേവിക്ക് ആ പോക്കണം കേടുണ്ടായപ്പോഴാണ് പെട്ടിയിലാക്കി കൊണ്ടൊരൊറ്റ ഒഴുക്കൽ. പണ്ടുണ്ട്. അപ്പം ഇപ്പം നടക്കുന്നതിന് വാസ്തവത്തിൽ അവരെ കുറ്റം പറയേണ്ടതൊക്കെ സ്വാഭാവികം. പക്ഷേ എങ്കിലും ഈ സ്വാഭാവികം എന്ന് പറയുന്ന സംഗതിയിൽ നിന്ന് മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കാനാണ് ഈ ഭാഗവത സപ്താഹ യജ്ഞം. നമുക്ക് പതുക്കെ ഭാഗവത്തിലേക്ക് കടന്നാലോ? ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിച്ചതേയില്ല. പറഞ്ഞത് മുഴുവൻ ഇന്നലത്തെ വിഷയമാണ്. എങ്ങനെ ഗതി കിട്ടുന്നതിന് വേണ്ടി ഊർധ്വഗതിക്കായിട്ട് ഉതകുന്ന ഭാഗവതം. നമ്മൾ വാസ്തവത്തിൽ മുകളിലേക്ക് കയറിപ്പോകാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ജീവിതം. പ്രസവിക്കപ്പെട്ടായി ഇറങ്ങി വന്ന താഴത്തേക്ക് ഒഴുകിപ്പോന്ന ജീവൻ എപ്രകാരമാണ് ഇനി പതുക്കെ മുകളിലേക്ക് കയറേണ്ടത്? ആ വിദ്യയാണ് ഭാഗവതം. ഒന്ന് ജപിച്ചാലോ? ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഈ മന്ത്രങ്ങളെല്ലാം തന്നെ ജപിക്കുമ്പോഴും നിങ്ങൾ താഴത്ത് നിന്ന് തലയിലേക്ക് കയറണം. ഉടനെ ഒരു ചോദ്യം, ഈ നിങ്ങൾ എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ എന്ന് പറഞ്ഞത് ആരാ എന്നിനി ചോദിക്കരുത്. കാരണം എന്താ? നിങ്ങൾ എന്ന് പറഞ്ഞത് നമ്മുടെ ഉള്ളിൽ ജീവസ്വരൂപമായിട്ട് കിടക്കുന്ന എൻ്റെ
ആത്മാ ജീവാത്മാ ഭാവമാണ്. മറന്നു പോകുമോ? ഇതെവിടെ കിടക്കുന്നു എന്ന് വ്യക്തമായിട്ട് എഴുത്തച്ഛൻ പാടിത്തന്നു അദ്ദേഹത്തിൻ്റെ ഭാഗവതത്തിൽ ദ്വിതീയ സ്കന്ധത്തിലെ. ഈ മൂലാധാരം എന്ന് പറയുന്ന നട്ടെല്ലിൻ്റെ ചുവട്ടിൽ സുഷുമ്നാകാണ്ഡത്തിൻ്റെ അവസാന ഭാഗത്ത് 4 ഇതളുള്ള ഒരു പത്മത്തിൻ്റെ മധ്യത്തിൽ ചെന്ന് കിടക്കുകയാണ് ഞാൻ. ആര്? ഞാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ കിടക്കുന്ന എവിടെയാണ് എന്ന് കൂടി വ്യക്തമാക്കി ദ്വിതീയ സ്കന്ധം ഭാഗവതത്തിലെ എഴുത്തച്ഛൻ്റേത്. അത് ഈ മൂലം നോക്കി വരുമ്പോൾ അങ്ങനെ തപ്പിത്തറഞ്ഞ് കിട്ടില്ല. കാരണം എന്താ? മൂലത്തെ ഗ്രഹിച്ചിട്ടുള്ളൊരു മഹാനുഭാവനാണ് അത് എഴുതിയതെന്ന് ഓർക്കണം. അപ്പൊ ഈ എല്ലാ തരത്തിലും മൂലം ഭാഗവത്തിലൂടെയും കടത്തിക്കൊണ്ടുവരുന്ന ഈ പ്രജ്ഞ, അത്തരത്തിലുള്ള ജ്ഞാനത്തിന്റെ പദവി അവിടെയുണ്ടോ? നിങ്ങൾ എവിടെയാണ് കിടക്കുന്നതെന്ന് ചോദിച്ചാൽ നട്ടെല്ലിന്റെ ചുവട്ടിൽ ഈ പറയുന്ന സുഷുമ്നാഖണ്ഡത്തിന്റെ മൂലാധാരം എന്ന് പറയുന്ന സ്ഥിതി, ആ വിശേഷത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥലത്ത്, ആ സങ്കേതത്തിലാണ് ഞാനിങ്ങനെ കിടക്കുന്ന, തലകിഴക്കണം തൂക്കായിട്ട്. ഉത്താനപാദൻ അടുത്ത കഥാപാത്രം. അപ്പോൾ ഉത്താനപാദന്മാരെയെല്ലാം തന്നെ ചിത്രീകരിച്ചുകൊണ്ട് പ്രിയവ്രതന്മാരെയും അവതരിപ്പിച്ചുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ ചെന്ന് കിടക്കുന്ന ഈ അധപ്പതിച്ചൊരവസ്ഥയിൽ തലകിഴക്കണം തൂക്കാണോ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് ആ തലകിഴക്കണം തൂക്കായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ഉന്നമനം, മുകളിലേക്കുള്ളൊരു പ്രവേശനം സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഭാഗവതം എന്നുകൂടി ഉറപ്പിച്ചുകൊണ്ട് ഭാഗവതത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ശ്ലോകം എന്താ? ജന്മാദ്യസ്യ. ഈ ജന്മാദ്യസ്യ എന്ന് പറയുന്ന ഭാഗവതത്തിലെ ആദ്യത്തെ ശ്ലോകം പരിശോധിക്കുമ്പോൾ ജന്മാദികൾക്ക് കാരണമായിട്ടുള്ളത് എന്നുള്ള രീതിയിൽ തന്നെയാണ്. ജന്മാദികൾക്ക് കാരണമായിട്ടുള്ള ഈശ്വരനെ പറ്റി പറയുകയാണ്. അപ്പൊ ഈശ്വരൻ എന്ന് പറയുന്ന ബ്രഹ്മസ്വരൂപത്തെ ആദ്യത്തെ ശ്ലോകത്തിലൂടെ ആ സത്യമായിരിക്കുന്ന സ്ഥിതിയെ ധ്യാനിക്കുകയാണ്. സത്യം പരം ധീമഹി. ആ സത്യം എന്ന് പറയുന്ന വസ്തുതയെ എപ്രകാരമാണ് ശ്ലോകത്തിലൂടെ കടത്തിക്കൊണ്ടുവരുന്നതെന്ന് ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ജന്മാദ്യസ്യേതൊന്നയാത് ഇതരതശ്ച അധ്യേഷു അഭിജ്ഞസ്വരാത് തേനേ ബ്രഹ്മഹൃദയ ആദികവയേ മുഖ്യം ദിയത്സൂരയ തേജോ വാര്യമൃതം യഥാ വിനിമയോ യത്ര സർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. എന്ന് ജപിക്കൂ. സത്യം പരം ധീമഹി. സത്യം പരം ധീമഹി. സത്യം പരം ധീമഹി. പരമമായിട്ടുള്ള സത്യമാണ്. പരമാത്മാവ് സത്യമാണ്. പരമാത്മാവ് സത്യമാണ്. പരാഭാവം സത്യമാണ്. പരാഭാവം എന്ന് പറയുന്ന അക്ഷരങ്ങളെ പെറുക്കിയെടുക്കുമ്പോഴും അതിൽ പരാ എന്ന് പറയുന്ന ആദ്യത്തെ സൂക്ഷ്മമായിരിക്കുന്ന ഉറങ്ങിക്കിടക്കുന്ന ഭാവം അത് സത്യമാണ്. അവിടെ നിന്നാണ് നമ്മൾ ഉണർന്നു പോകുന്നത്. പരാപശ്യന്തി മധ്യമാവൈഖരി എന്ന് പറയുന്ന ശബ്ദങ്ങളുടെ ആദ്യം മുതൽ ഇങ്ങനെ ഉയർന്നുയർന്നു വരുന്ന രംഗങ്ങൾ പരിശോധിക്കുമ്പോഴും പരമമായിട്ടുള്ള സത്യം അവിടെ ഉറങ്ങിക്കിടക്കുന്ന പരാഭാവം, ഒളിഞ്ഞു കിടക്കുന്ന സത്യസ്വരൂപം, അതിനെയാണ് ഇവിടെ ധ്യാനിച്ചത്. മുഴങ്ങോട്ടുവിളയുടെ ആ മലയാളീകരണം കേട്ടാൽ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. അന്വയ വ്യതിരേകമുറയ്ക്ക് നോക്കുമ്പോൾ കൂട്ടിച്ചേർക്കുക, എന്നിട്ട് പിരിക്കുക, അനലൈസ് ചെയ്യുക, സിന്തസൈസ് ചെയ്യുക. നമ്മൾ ജീവിതത്തിൽ പഠിക്കേണ്ടത് അനാലിസിസും സിന്തസിസുമാണ്. ഞാൻ ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇത് രണ്ടും ഉണ്ടായിരുന്നു. സിന്തസിസും ഉണ്ട്, അനാലിസിസും ഉണ്ട്. ഇന്നുണ്ടോന്നറിയില്ല. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുന്ന കൂട്ടത്തിലാണ് ഈ പറയുന്ന അനാലിസിസ്, സിന്തസിസ് എന്ന് പറയുന്ന ആ രണ്ട് വാക്കുകളും നമ്മൾ കേട്ടിട്ടുള്ളത്. കൂട്ടി ഇണക്കാനും പിരിക്കാനും പഠിക്കുക. അങ്ങനെ പിരിക്കാനും കൂട്ടി ഇണക്കാനും പഠിക്കുന്ന രീതിയിൽ ഇത് വാസ്തവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. വിവാഹത്തിൽ നമ്മൾ കൂട്ടി ഇണക്കാറുണ്ട്. വക്കീലന്മാര് അവരെ എല്ലാവരെയും പിണക്കി അകറ്റാറുമുണ്ട്. ഇല്ലേ? അവരുടെ ജോലി അതാ. കാശ് കിട്ടുമെന്ന് വെച്ചാൽ പിന്നെ ആരെങ്കിലും പോയി തൊലയിട്ട് നമുക്കെന്ത് കാര്യം. അപ്പോൾ എല്ലാ തരത്തിലും ഇണങ്ങുക, പിണങ്ങുക എന്ന് പറയുന്ന ആ വാക്കുകൾ കൂടി ശ്രദ്ധിക്കുക. വാക്കുകൾ കൊണ്ടൊരു കസരത്ത് നടത്തിയാൽ നമുക്ക് ആധ്യാത്മികത മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല കേട്ടോ. വാക്കുകൾ കൊണ്ടൊരു കസരത്ത്. അതിന് മലയാളമൊന്നും പഠിക്കണ്ട. ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. ഞാൻ മലയാളം 10ാം ക്ലാസ് വരെ പഠിച്ചതേ ഉള്ളൂ. അപ്പോൾ എല്ലാ തരത്തിലും ഇണങ്ങുക, പിണങ്ങുക എന്ന് പറയുന്ന രീതിയിൽ അന്വയ വ്യതിരേക മുറയ്ക്ക് കൂട്ടി ഇണക്കിക്കൊണ്ടും പിരിച്ചുകൊണ്ടും നമ്മൾ യോജിപ്പിച്ചുകൊണ്ടും വിയോജിപ്പിച്ചുകൊണ്ടും നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, പ്രപഞ്ചത്തെ അപ്പാടെ എടുത്തുകൊണ്ട് പ്രപഞ്ചത്തെ മനസ്സിലാക്കി അതിൻ്റെ ഘടകങ്ങളായിരിക്കുന്ന ഈ പറയുന്ന ആകാശാദി പഞ്ചഭൂതങ്ങളെയും കേട്ടോ നിങ്ങൾ. ആകാശാദി പഞ്ചഭൂതങ്ങൾ, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങളും അവ ഉണ്ടാകുന്നതിന് മുമ്പുള്ള സ്ഥിതിവിശേഷവും അവയെല്ലാം തന്നെ പിരിച്ച്, അവയെല്ലാം തന്നെ വേർതിരിച്ച്
ആ കോമ്പണൻസ് എന്ന് പറയുന്ന ഘടകങ്ങളെയെല്ലാം തന്നെ വിഘടമാക്കിക്കൊണ്ട് അവയെല്ലാം തന്നെ വേർതിരിച്ചും നമുക്ക് ജഗത്തിനെ പഠിക്കാം. അതായത് നിങ്ങൾ ഈ പറഞ്ഞ മെഡിസിൻ പഠിച്ചാലും അല്ലെങ്കിൽ മറ്റ് ഇതര ശാസ്ത്രീയ രംഗങ്ങളിലേക്ക് കടന്നു വരുമ്പോഴും ശരീരത്തെ മുറിച്ച് പഠിക്കുന്ന പോലെ ശരീരത്തെ മുറിച്ച് പഠിക്കുക. അതിനെയും നമ്മൾ ഡിസെക്റ്റ് ചെയ്യുക, ഡിസ്പ്ലേ ചെയ്യുക. മുറിച്ചുകൊണ്ട് അകത്തുള്ള അവയവങ്ങളെയെല്ലാം തന്നെ പുറത്ത് കാണിച്ചുകൊണ്ട് അവയുടെ പ്രവർത്തന രീതിയെല്ലാം തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ശരീരത്തെയും നമ്മൾ ഇങ്ങനെ മുറിച്ച് അതെങ്ങനെയുണ്ടായി, എവിടെ നിന്നുണ്ടായി, അതിൻ്റേതായുള്ള ഘടകങ്ങളെയെല്ലാം തന്നെ വിഘടിപ്പിച്ചുകൊണ്ടും ഘടിപ്പിച്ചുകൊണ്ടും പഠിക്കുന്ന രീതി ആധ്യാത്മികതയിലും എല്ലായിടത്തും കാണും. അത് അത്തരത്തിലാണ് പഠിക്കേണ്ടത്. നമ്മൾ യോജിപ്പിച്ചും പഠിക്കുന്ന രീതിയാണ് അന്വയ വ്യതിരേക മുറയ്ക്ക് നോക്കുമ്പോൾ ഏതൊന്നിനാൽ ഈ പ്രപഞ്ചം, അടുത്ത പ്രയോഗമാണ്, ഏതൊന്നിനാൽ ഈ പ്രപഞ്ചം തോന്നി നിന്ന് ഒടുങ്ങുന്നു. ഇത് മുഴങ്ങോട്ട് വിളയുടെ നല്ലൊരു പ്രയോഗമാണ്. ഏതൊന്നിനാൽ ഈ പ്രപഞ്ചം തോന്നി നിന്ന് ഒടുങ്ങുന്നു. പ്രപഞ്ചം തോന്നി. ജന്മാദ്യസ്യ എന്ന് പറയുന്നതിൽ അങ്ങനെ തോന്നി എന്നുള്ളൊരു വാക്ക് കിട്ടില്ല. എന്താ പറഞ്ഞത്? ജന്മാദ്യസ്യേതൊന്നയാത് ഇതരസ്ഥ അർദ്ധേഷ അഭിജ്ഞസ്വരാട്, അതിലൊന്നും ഇങ്ങനെ വന്നില്ല. പക്ഷേ എങ്കിലും ഇദ്ദേഹത്തിൻ്റെ പരിണതപ്രജ്ഞനായിരിക്കുന്ന ജ്ഞാനിയായിരിക്കുന്ന മുഴങ്ങോട്ട് വിള അദ്ദേഹം പ്രയോഗിച്ചപ്പോൾ ഇവിടെ പ്രയോഗിച്ചത് എന്താ? ഈ പ്രപഞ്ചം തോന്നി നിന്ന് ഒടുങ്ങുന്നു. എഴുത്തച്ഛൻ തന്നെ പുരുഷനെ പറ്റി പറയുന്ന പുരുഷ രൂപം തോന്നി എന്നാണ്. മലയാള ഭാഗവതം നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? മലയാള ഭാഗവതം, അതിൽ പുരുഷ രൂപം തോന്നി എന്നൊരു പ്രയോഗം കാണാം. ഈ പ്രപഞ്ചത്തിലേക്ക് ഇങ്ങനെ ഉറ്റുനോക്കിയപ്പോൾ വേദവ്യാസൻ പോലും ധ്യാനിച്ചിരിക്കുമ്പോൾ ഒരു പുരുഷ രൂപം തോന്നി, തൊട്ടടുത്ത പ്രകൃതിയുടെ രൂപവും തോന്നി, മായയെ തോന്നി, അതുപോലെ പുരുഷനെയും തോന്നി. ഇതൊക്കെ തോന്നല. നിങ്ങളവിടെ ഇരിക്കുന്നു എന്നൊരു തോന്നൽ, ഞാനിവിടെ പ്രസംഗിക്കുന്നു എന്നൊരു തോന്നൽ മനസ്സിലായാവോ? തോന്നൽ. ഈ തോന്നലുകളെല്ലാം തന്നെ ഇല്ലാതെയാക്കുന്ന സന്ദർഭത്തിലേക്ക് വരുമ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു. വെറും തോന്നലാണിത്. ഒരു സ്വപ്നം പോലെ നമ്മൾ ഈ പറയുന്ന ജാഗ്രതാവസ്ഥയെ പറ്റി പറയുന്നതിന് ദീർഘമായിരിക്കുന്ന സ്വപ്നമായിട്ടാണ് വേദാന്ത ദൃഷ്ടിയിൽ. ഏതൊന്നിനാൽ ഈ പ്രപഞ്ചം തോന്നി നിന്നൊടുങ്ങുന്നു, മന്നാദി ഭൂതങ്ങളിൽ ബോധരൂപമായി വ്യാപിച്ച്, ഈ മണ്ണ് മുതൽ ആകാശം വരേക്കുള്ള പഞ്ചഭൂതങ്ങളിൽ ബോധരൂപമായിട്ട് വ്യാപിച്ച അന്യഭാസ്യം, മറ്റുള്ള യാതൊന്നും സഹായിക്കാതെ തന്നെ സ്വയം ശോഭിക്കുന്നത് ഏതോ അത് ഈശ്വരൻ. ബ്രഹ്മാവിന് ആമ്നായങ്ങൾ വിശദം തോന്നിച്ചതും സൃഷ്ടികർത്താവായിരിക്കുന്ന രാജസപ്ര പ്രധാനിയായിരിക്കുന്ന ബ്രഹ്മാവിന് ചതുർവേദങ്ങളെല്ലാം തന്നെ തോന്നിച്ചതും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഉടലെടുത്തതും ആര് കാരണം? അത് ബ്രഹ്മം, ഈശ്വരൻ. സമൂഹം സൂര്യകൾക്ക് ഉന്മേഷിപ്പിക്കുന്നതും നമുക്ക് എല്ലാവർക്കും തന്നെ മോഹമുണ്ടാക്കി തന്ന മായയെ കൊണ്ട് ഇതെല്ലാം തന്നെ ജനിപ്പിക്കുന്നതാര്? അദ്ദേഹം. ഉണ്മയുണ്ട് അഗ്നി. ഈ പറയുന്ന അഗ്നിക്ക് സ്ഥിതിയുണ്ട്, അസ്തിത്വമുണ്ട് എന്ന് കരുതുന്ന പോലെ, വെള്ളവും മണ്ണുമെല്ലാം തന്നെ അവയ്ക്കും ഉണ്മ ഉണ്ട് എന്ന് കരുതുന്ന പോലെ, അവയ്ക്ക് ഉണ്മയില്ല എന്ന് പറയുന്ന പോലെ, ഇവയൊന്നും ഉണ്ട് എന്ന് പറയാനും ഇല്ല എന്നും പറയാൻ എന്തുകൊണ്ട് സാധിക്കുന്നു? അതിന് കാരണക്കാരൻ ഈശ്വരനെന്ന്. ഞാൻ വെറുതെ വായിച്ചു പോവുകയാണ്. ഇതൊന്നും ഉള്ളിലേക്ക് കടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നന്നേ ചെറുപ്രായത്തിൽ ശ്രമിച്ചാൽ, വളരെയേറെ കിണഞ്ഞ് പരിശ്രമിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് പിടികിട്ടും. ഞാൻ ഈ വായിച്ച വല്ലതും മനസ്സിലായോ? ഞാനൊന്നും കൂടി വായിക്കട്ടെ. അന്വയവ്യതിരേക മുറയ്ക്ക് നോക്കുമ്പോൾ ഏതൊന്നിനാൽ ഈ പ്രപഞ്ചം തോന്നി നിന്ന് ഒടുങ്ങുന്നു, മന്നാദി ഭൂതങ്ങളിൽ ബോധരൂപമായി വ്യാപിച്ച് അന്യഭാസ്യമല്ലാതെ യാതൊന്നു ശോഭിക്കുന്നു. ബ്രഹ്മാവിന് ആമ്നായങ്ങൾ വിശദം തോന്നിച്ചതും സമ്മോഹം സൂചികൾക്ക് ഉന്മിഷിപ്പിക്കുന്നതും ഉണ്മയുണ്ട് അഗ്നി, വെള്ളം, മൃത്ത് തൊട്ടവയ്ക്കെന്നും ഉണ്മയില്ല അവയ്ക്കെന്നും ഭിന്നമായി തോന്നിപ്പതും സ്വീയമാം അനുപാഖ്യ തേജസ് മൂലമെന്നും മായാം തിമിരത്തെ തുരത്തിയിരിപ്പതും യാതൊന്ന്. അവിടെ വന്നാണ് അവസാനിക്കുന്നത്. അപ്പൊ ഇതിനെല്ലാത്തിനും കാരണമായ സംഗതി ഏതാ? ജോ അല്ലേ? ജോ ഹിന്ദിയിൽ. അപ്പൊ അതേ അതാണ് വാസ്തവത്തിൽ യാതൊന്ന്. ആ പരമാർത്ഥ വസ്തു, സത്യവസ്തുവേ എന്തിനു വേണ്ടിയിട്ട്? ഭവയാതനയകലുവാൻ ധ്യാനിക്കായി വരേണമേ. ഈ പറയുന്ന സംസാരത്തിന്റെ ദുഃഖങ്ങളിൽ നിന്ന് കേടും കെടുതികളുമെല്ലാം തന്നെ വിട്ടുകിട്ടാൻ ആ സത്യത്തെ ധ്യാനിക്കാനായിട്ട് വരേണമേ. ഇതാണ് ഭാഗവതത്തിലെ ധ്യാനം. ശാന്താകാരം ഭുജഗശേനം പത്മനാഭം സുരേശം എന്നൊന്നും ധ്യാനിച്ചില്ല. സശങ്കചക്രം സകിരീടകുണ്ടലം എന്നൊന്നും ധ്യാനിച്ചില്ല. അത്തരത്തിൽ യാതൊരു ധ്യാന രൂപങ്ങളുമില്ലാതെ സത്യവസ്തുവെ ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ കാണുന്ന പ്രപഞ്ചത്തിൽ കാണുന്ന സകല പ്രതിഭാസങ്ങൾക്കും എല്ലാത്തിനും കാരണക്കാരനായിരിക്കുന്ന ഒന്നിനെ, ആ ബ്രഹ്മം എന്ന് പറയുന്ന ഈശ്വരനെ സത്യവസ്തുവായിട്ട് ഇങ്ങനെ ഇട്ടു തന്നുകൊണ്ട് ധ്യാനിക്കുകയാണ്.
യതോ വായുമാനി ഭൂതാനി ജായന്തി എന്ന് ശ്രുതി. യതോ വായുമാനി ഭൂതാനി ജായന്തി യേന ജാതാനി ജീവന്തി യത് പ്രയന്ത്യഭിസംവിശന്തി തദ് വിജിജ്ഞാസസ്വ തദ് ബ്രഹ്മേതി. അത് ബ്രഹ്മം. അപ്പൊ ഏതൊന്നിനെ ആശ്രയിച്ചാണോ ഈ സകലതയുടെ കുടികൊള്ളുന്നത്, നിലകൊള്ളുന്നത്, ഏതൊന്നിൽ തുടങ്ങിയിട്ട് ഏതൊന്നിലേക്ക് കടന്നു ചെല്ലുന്ന സ്ഥിതിവിശേഷമാണ് ബ്രഹ്മത്തിൻ്റെത്. അതാണ് ബൃഹത്തായിരിക്കുന്ന ആത്മഭാവം, അതാണ് ഈശ്വരഭാവം. ആ സത്യത്തെ ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാഗവതം തുടങ്ങുന്നത്. കുറേയേറെ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ പോകുന്ന വഴിക്ക് പഠിക്കാനായിട്ട് നോക്കാം. പക്ഷേ ഇന്നത്തെ പ്രസംഗ വിഷയം അതല്ല. ജ്ഞാനന്യെ കാണുന്നില്ല ഒന്നും ഒരിടത്തും. അതൊരു പ്രത്യേക രീതിയിലാണ് ഈ പറയുന്ന ഇന്നത്തെ വിഷയം ഇട്ടിരിക്കുന്നത്. ഇവിടെ വാസ്തവത്തിൽ ഈശ്വരൻ പ്രപഞ്ചവും ദേശികൻ താനും ഞാനും ഈശ്വരന്റെ കാരുണ്യത്തിൽ കേവലം ഒന്നായി കണ്ടേൻ. അന്നേരം മായാമയമായുള്ള ബഹുത്വങ്ങളൊന്നുമേ കാണാനില്ല, ഞാൻ ഒഴിഞ്ഞ് ഒരിടത്തും. അപ്പോൾ നിങ്ങൾ നിങ്ങളിൽ എല്ലാവരെയും എന്നെ കണ്ടാൽ അത് ഭാഗവതത്തിൻ്റെ ഫലപ്രാപ്തിയാണ്. കേട്ടോ നിങ്ങളാവോ? എന്താ ഭാഗവതത്തിൻ്റെ ഫലപ്രാപ്തി? ഞാനിരുന്ന് പ്രസംഗിക്കുന്നവൻ വേറെ എന്നുള്ള ചിന്തയോടുകൂടി, ആചാര്യ മനോഭാവത്തോടുകൂടി, കർത്തൃത്വ അഭിമാനത്തോടുകൂടി ഇവിടെ കുത്തിയിരുന്നു കൊണ്ട് പ്രസംഗിക്കുകയും എന്നിട്ട് നിങ്ങളെ വേറെ കാണുകയും ചെയ്യുന്ന രീതിയിലേക്ക് പോയ ഞാൻ ഭാഗവതനല്ല, ഭാഗവത ഉത്തമനുമല്ല, ഒരു കുന്തമല്ല. അപ്പം അതേ രീതിയിൽ ഭാഗവതത്തിൻ്റെ പ്രത്യേകതകളെല്ലാം തന്നെ മുറ്റിയേൽക്കുന്ന അവയെല്ലാം തന്നെ ഞാൻ സ്വാംശീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എന്നെ കാണണം, എന്നിൽ നിങ്ങളെ കാണണം. മറന്നു പോകുമോ? ഇതാണ് വിഷയം. ഞാനൊഴിഞ്ഞ് ഒരേടത്തും, ഞാനൊഴിഞ്ഞ് ഒരേടത്തും എന്നെ വിട്ടിട്ട് ഒന്നുമേ കാണാനില്ല. അപ്പൊ ഇത്തരത്തിലുള്ളൊരവസ്ഥയാണ് ദ്വിതീയ സ്കന്ധത്തിലെ ചതുശ്ലോകി എന്ന് പറയുന്ന ഭാഗവതത്തിലൂടെ ഇന്ന് നമ്മൾ വായിച്ചു മനസ്സിലാക്കിയത്. രണ്ടാമത്തെ സ്കന്ധത്തില് 9-ാമത്തെ അധ്യായം. അപ്പൊ ഈ രണ്ടാമത്തെ സ്കന്ധത്തിലെ 9-ാമത്തെ അധ്യായത്തില് 30, 31, 32, 33, 34, 35 ഇത്യാദി ആ ശ്ലോകങ്ങൾ വരുമ്പോൾ നമ്മൾ കാണുന്നതാണ് വാസ്തവത്തിൽ അതിസുന്ദരമായിരിക്കുന്ന ചതുശ്ലോകി എന്ന് പറയുന്ന ഭാഗവതം. അഹം ഏവാസമേവാഗ്രേ, അഹം ഏവാസമേവാഗ്രേ. ആദ്യം ആരുണ്ടായി എന്ന് ചോദിച്ചാൽ ഞാൻ, പണ്ടേക്ക് പണ്ടേ ആരുണ്ടായി എന്ന് ചോദിച്ചാൽ ഞാൻ, പിന്നാലെയോ ഞാൻ, ഒടുവിലോ ഞാൻ, പ്രളയം വന്നെല്ലാം തന്നെ നശിച്ചു പോയാലോ ഞാൻ. അപ്പോൾ ഞാനല്ലാതെ മറ്റ് യാതൊന്നുമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ചതുശ്ലോകി ഭാഗവതമാണ് വാസ്തവത്തിൽ സാക്ഷാൽ നാരായണൻ ബ്രഹ്മദേവന് ഉപദേശിച്ചത്. ഇതാണ് ഭാഗവതത്തിന്റെ മൂലം. അപ്പം മൂലം ഭാഗവതം എന്ന് പറഞ്ഞുകൊണ്ട് സപ്താഹം നടത്തുമ്പോൾ ശ്രദ്ധിക്കുക. മൂലം ഭാഗവതം എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ പബ്ലിക്കേഷൻ ആ ഭാഗവതം എന്ന് പറയുന്ന പുസ്തകമല്ല, അത് വിട്ടിട്ട് മൂലം എന്ന് പറയുന്ന ഈ ചതുശ്ലോകിയാണ്. ഒന്ന് നമുക്ക് നോക്കിയാലോ. അഹം ഏവാസമേവാഗ്രേ നന്യത്യത്സദസത്പരം പശ്ചാത്തഹം യദേതച്ച അവശിഷ്യേത സുസ്മ്യഹം ഹൃദയാർത്ഥം യത് പ്രതീയേത ന പ്രതീയേത ജന്മനി തദ്വിദ്യാത്മനോ മായാം യഥാ ഭാസോ യഥാ തമ യഥാ മഹന്തി ഭൂതാനി ഭൂതേഷു ചാവതേഷ്വനോ പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി തഥാ ദേശുരദേശുഹം ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മനഃ അന്വയവ്യതിരേകാഭ്യാം. വീണ്ടും ഏതൊരു അന്യവ്യതിരേകങ്ങളാണോ ആദ്യത്തെ ശ്ലോകത്തിൽ കണ്ടത് സർവത്ര അന്വയവ്യതിരേകാഭ്യാം യസ്യ സർവത്ര സർവദാ ഏതന്മതം സമാധിഷ്ഠ പരമേണ സമാധിന ഭവാൻ കൽപ്പവികൽപേഷു ന വിമുഹ്യതീകർഹിചേത്. ഒരു ഏകദേശ മലയാളീകരണം അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമം. ഈ മുഴങ്ങോട്ടുവിള കൃഷ്ണപിള്ളയുടെ മലയാളീകരണം ഒന്ന് നോക്കാം. ആദിയിൽ ശ്രദ്ധിച്ചാൽ തന്നെ പിടുത്തം കിട്ടും. അദ്ദേഹം വളരെ പാടുപെട്ട് സൃഷ്ടിച്ചതാണ്. ഈശ്വരൻ അനുഗ്രഹിച്ച് നമ്മുടെ ഭൂമിയിലേക്ക് മലയാളക്കരയിലേക്ക് വന്നൊരു മഹാനുഭാവനാണ്. അല്ലെങ്കിൽ ഇത്തരത്തിൽ എവിടെ കിട്ടാന്? അക്കിത്തമെല്ലാം തന്നെ അടുത്ത കാലത്ത് ഇങ്ങനെ പരിഭാഷ ചെയ്തു, പദാനുപദം എന്നുള്ള രീതിയിൽ. അതിനു മുമ്പ് തിരുവമ്പ് പരിഭാഷപ്പെടുത്തി, അതിനു മുമ്പ് കൊച്ചുണ്ണിത്തമ്പരാൻ്റെതായുള്ള ഗാഥ, ഇങ്ങനെ അനവധി ഭാഗവതങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ സുഹൃത്തുക്കളായിട്ടുള്ളവർ നമുക്ക് രചിച്ചു തന്നതാണ്. അക്കൂട്ടത്തിൽ മുഴങ്ങോട്ടുവിള എന്ന് പറയുന്ന കൊല്ലത്തുകാരൻ കൃഷ്ണപിള്ള അദ്ദേഹം നമുക്ക് ഇട്ടു തന്നു. ആദിയിൽ ഞാൻ എന്നിയേ. ഇപ്പൊ സബ്ജക്റ്റ് ഏതൊരു വിഷയമാണോ എന്നിട്ടിരിക്കുന്നത് ഞാൻ എന്നിയേ. എന്തെന്ന് ഞാൻ എന്നിയേ? മലയാളം പഠിച്ചുള്ളവർക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടും. ഞാൻ എന്നിയേ വിത്തൗട്ട് മീ. ഞാൻ എന്നിയേ വിത്തൗട്ട് മീ. എന്നെ കൂടാതെ, ഞാനില്ലാതെ, ഞാനല്ലാതെ.
മനസ്സിലായോ? ഞാൻ എന്നിയെ. ഇന്നത്തെ മലയാള അധ്യാപകന്മാരൊക്കെ ഇത് പഠിപ്പിച്ചു കൊടുക്കണം. ഇതെല്ലാം വിഷയങ്ങളായിരുന്നു. പക്ഷേ ഈ കടുത്ത ഇത്തരത്തിലുള്ള നവോത്ഥാന രീതികളെല്ലാം തന്നെ നമ്മുടെ പരിഷ്കാരികളെന്ന് അഭിമാനിക്കുന്ന ചിലരുടെ തലയിൽ കയറിയപ്പോൾ എല്ലാ പഠന വിഷയങ്ങളും കരിക്കുലമെല്ലാം തന്നെ സിലബസ് എല്ലാം തന്നെ താളം തെറ്റി. മുണ്ടശ്ശേരി ഉണ്ടായിരുന്ന കാലത്ത് പോലും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ വാസ്തവത്തിൽ തകൃതിയായിട്ട് എല്ലാത്തരം വികൃതികളും അടങ്ങിയിരിക്കുന്ന കിതാബുകളാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മലയാളവും ഇല്ല, ഇംഗ്ലീഷും ഇല്ല. എന്നിട്ടാണല്ലോ മംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കേട്ടത്. ആദിയിൽ ഞാൻ എന്നിയേ അസത്വം സത്വമായി യാതൊന്നും തന്നെയില്ലായിരുന്നു പിതാമഹ. ആദിയിൽ ഞാൻ എന്നിയേ അസത്വം സത്വമായി യാതൊന്നും തന്നെയില്ലായിരുന്നു പിതാമഹ. സൃഷ്ടിക്കു ശേഷം കാണപ്പെട്ടിടും ലോകരൂപം മറ്റൊന്നല്ല അഹം അത്രേ ഞാൻ തന്നെ ശേഷിപ്പോനും. കൂടുതൽ വ്യാഖ്യാനം വേണോ? ഞാൻ ആര് എന്നുള്ളതിനെ പറ്റി ഗുരുദേവന്റെ ആത്മോപദേശതകത്തിൽ ഒടുവിലത്തെ ശ്ലോകത്തിൽ പാടുന്ന വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ശ്ലോകമാണ്. അതുമിതുമല്ല സദാർത്ഥമല്ല അഹം സച്ചിദമൃതം എന്ന് തെളിഞ്ഞ് ധീരനായി സദസതിഥി പ്രതിപത്തിയറ്റ് സത് ഓം ഇതി മൃദുവായി അമർന്നിടേണം. ഓങ്കാരമാണ് ഞാൻ. അയമാത്മാ ബ്രഹ്മ സ്വയം ആത്മാ ചതുഷ്പാത്ത് മാണ്ഡുക്യോപനിഷത്ത്. അങ്ങനെ ഏതെല്ലാം കടത്തിക്കൊണ്ടുവന്നാണോ നമുക്ക് നമ്മളെപ്പറ്റി പിടുത്തം കിട്ടുന്നത്, ഏതൊരു ഈശ്വരനെയാണോ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ കിണഞ്ഞു പരിശ്രമിക്കുന്ന ആ ഈശ്വരൻ ഞാനാണെന്നുള്ള ബോധത്തോടുകൂടി നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത്, ആ ഞാനെന്ന് പറയുന്നൊരവസ്ഥയാണ് ചതുശ്ലോകി പദത്തിലെ ആ 4 ശ്ലോകങ്ങളിൽ ആദ്യത്തേത്. ഞാൻ ആര് കേട്ടോ? കോൻ അഹം കോഹം. അപ്പൊ ഈ കോഹം എന്ന് പറയുന്ന ഞാൻ ആര് എന്നുള്ള ചോദ്യത്തിന് ആദിയിൽ ഞാൻ എന്നിയേ അസത്വം സത്വമായി. അസത്വം എന്ന് പറഞ്ഞാൽ ജഡം, സത്വം എന്ന് പറഞ്ഞാൽ ചൈതന്യം. അപ്പോൾ ചൈതന്യമായിട്ടും അല്ലെങ്കിൽ ജഡമായിട്ടും ഞാനല്ലാതെ മറ്റാരും ഇല്ല പണ്ട് ആദിയിൽ ഞാൻ എന്നിയേ അസത്വം സത്വമായി യാതൊന്നും തന്നെ ഇല്ലായിരുന്നു പിതാമഹ. സൃഷ്ടിക്കു ശേഷം കാണപ്പെട്ടിടും ലോകരൂപം മറ്റൊന്നല്ല അഹമത്രേ ഞാൻ തന്നെ ശേഷിപ്പോനും. നിങ്ങൾ ഇപ്പോൾ ഇവിടെയുണ്ട്, ഇന്നലെയുണ്ട്, അമ്മയുടെ ഗർഭപാത്രത്തിൽ കൊതികൊണ്ട് കയറുന്നതിന് മുമ്പ് നിങ്ങളുണ്ട്, ജനിച്ചപ്പോഴുണ്ട്, മരിക്കുമ്പോഴുണ്ട്, മരിച്ചതിന് ശേഷമുണ്ട് എന്നുള്ള തത്വം മറന്നു പോകുമോ? അപ്പോൾ എനിക്ക് മരണമില്ല എന്ന് പ്രഖ്യാപിക്കാൻ എളുപ്പമല്ലേ? പരീക്ഷത്തിനോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഏതോ പരീക്ഷത്തെ തന്നെ തക്ഷകൻ കടിക്കും, താൻ മരിക്കുമെന്നുള്ളത് തെറ്റായ ധാരണയാണ്. എന്താ കാരണം? താൻ ഇന്ന് മാത്രമല്ല ഇന്നലെയും ഉണ്ട്, നാളെയും ഉണ്ടാകും, ഒരിക്കലും ഇല്ലാതെ ഇരിക്കുന്നില്ല. ഇതാണ് സനാതനം. അപ്പോൾ തമിഴ്നാട്ടിലെ സ്റ്റാലിനോടും സ്റ്റാലിൻ്റെ മകനോടും പറയേണ്ട എന്താണ് ഈ സനാതനം? അയാൾ വിചാരിക്കുന്ന പോലെ ജാതിയുടെ കൂത്തരങ്ങ് അല്ലെങ്കിൽ പേ പിടിച്ചുള്ള പോക്ക് ഇതൊന്നുമല്ല സനാതന ധർമ്മം. സനാതനം എന്ന് പറഞ്ഞാൽ ഇന്നലെയും ഞാനുണ്ട്, ഇന്നും ഞാനുണ്ട്, നാളെയും ഉണ്ട്, അന്നും ഇന്നും എന്നും ഞാനുണ്ട്. ഞാനല്ലാതെ മറ്റേ യാതൊന്നും ഈ പ്രപഞ്ചത്തിലേടോ സ്റ്റാലിനെ താനും ഞാനാണ് എന്ന് പറയുന്ന ആത്മതത്വം, അതാണ് സനാതനം. മറന്നുപോകുമോ? ദേവി ഭാഗവത്തില് അതിസുന്ദരമായിട്ടുള്ള പ്രയോഗം അമ്മ തന്നെ അവതരിപ്പിക്കുന്നത് എന്താ? സർവം ഖല്ലിതം ഏവാഹം നാന്യതസ്തി സനാതനം. ഞാൻ താനിതെല്ലാം മറ്റൊന്നുമില്ല നോനം സനാതനം. മറന്നുപോകുമോ? ആദ്യത്തെ ശ്ലോകം ഒന്നുകൂടി ഉറപ്പിച്ചാലോ? നിങ്ങളാരാന്ന് വെച്ചാൽ ജാനകിയമ്മ. ഏത് വീട്ടിലെ? വടക്കേ വീട്ടിലെ. വടക്കേ വീട്ടിലുണ്ട്, തെക്കേ വീട്ടിലുണ്ട്, കിഴക്കേ വീട്ടിലുണ്ട്, പടിഞ്ഞാറേ വീട്ടിലുണ്ട് ജാനകിയമ്മ. ഇതെന്താ ജാനകിയമ്മ? വീട്ടുപേര് മാറി. അങ്ങനെ വീട്ടുപേര് മാറിയിട്ട് അവിടെ എവിടെയൊക്കെ ജാനകിയമ്മമാർ വരും. ആ ജാനകിയമ്മമാരിലെ വാസ്തവത്തിൽ പാട്ടുകാരി ജാനകിയമ്മ, ആ ജാനകിയമ്മ ഏത് ജാതിയ? ഈ ജാനകിയമ്മ നായര. ഏത് നായര? പണ്ടൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വെളുത്തേടത്തതായ ഓഹോ തൊട്ടുകൂടാ. ചീതിയൻ, അയാളെ മരിച്ചിട്ട് വന്നാൽ മതി. അപ്പോൾ നമുക്ക് ശവസംസ്കാര ചടങ്ങുകൾ നടത്താൻ വേണ്ടിയിട്ട് വരട്ടെ ചീതിയൻ, വെളുത്തേടത്തതായ ചക്കാല നായര്, ഇങ്ങനെ ഓരോരോ പേര് പറഞ്ഞുകൊണ്ട് നായന്മാർ തന്നെ നോറണം. അപ്പൊ ഇതേ രീതിയിലുള്ള വ്യവസ്ഥകളിൽ തന്നെ വന്നപ്പോൾ മറന്നുപോയത് എന്നെയാണ്. മറന്നുപോകുമോ? എന്നെ ഭഗവാൻ പറയുന്നുണ്ട്,
മലയാള ഭാഗവതം ഞാൻ വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നത് ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ തട്ടി ഉണർത്തിക്കൊണ്ടുവരാൻ എഴുത്തച്ഛൻ്റെ ഭാഗവതം ഉതകും. അദ്ദേഹത്തിൻ്റെ ഈ വത്സസ്നേഹത്തിൽ ബ്രഹ്മദേവനോട് പറയണ്ട, എന്നെ മറക്കാതെ. എന്തെന്ന്? എന്നെ മറക്കാതെ. നിങ്ങളൊക്കെ തെറ്റിദ്ധരിക്കുക, എന്നെ മറക്കാതെ എന്ന് പറഞ്ഞ കൊച്ചുകുട്ടിയായിട്ടുള്ള കൃഷ്ണൻ ഈ പറയുന്ന ബ്രഹ്മദേവനോട് പറയാണ്, എന്നെ മറക്കാതെ എപ്പോഴും നാരായണ നാരായണ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് തെറ്റിദ്ധരിക്കുക. അതൊന്നുമല്ല, എന്നെ മറക്കാതെ. ഇവിടെ കിട്ടിയാവോ? എന്നെ തൊട്ടു നോക്കൂ തൻ്റെ ഹൃദയത്തിൽ. എന്നെ മറക്കാതെ ഞാൻ ആരെയെന്ന് ഓർത്തുകൊണ്ട് ഞാൻ വ്യക്തമായിട്ടുള്ള നല്ലൊരു ധാരണ വെച്ച് പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ഇവിടെ യാതൊരു പ്രശ്നമില്ല. ഗുരുദേവൻ തന്നെ ജന്മി നവരത്ന മഞ്ജരിയിൽ പാടി. എന്താ ഗുരുദേവനെ ഞാൻ എപ്പോഴും കൊണ്ടുവരുന്നത് വെച്ചാൽ മലയാളികൾക്ക് ഇത്രമാത്രം ഗമ്യമായ നമുക്ക് അടുത്തുകൂടാൻ പറ്റിയ ഒരു കഥാപാത്രം വേറെയില്ല. ചട്ടമ്പിസ്വാമി തിരുവള്ളുവർ സംസ്കൃത നിബദ്ധമായിരിക്കുന്ന കൃതികൾ, കടുകട്ടിയായിരിക്കുന്ന വേദവേദാന്തങ്ങളെല്ലാം തന്നെ പഠിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് പലതും ഈ ഗുരുദേവൻ്റെ കൃതികൾ. വളരെയേറെ ഉത്കൃഷ്ടമായിരിക്കുന്ന ശങ്കരാചാര്യൻ്റെ കൃതികൾ തന്നെ വേറെ രീതിയിൽ പറയപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. നാം പറഞ്ഞതും ശങ്കരൻ പറഞ്ഞതും ഒന്ന് തന്നെയെന്ന് അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്. നാം പറഞ്ഞതും ശങ്കരൻ പറഞ്ഞതും ഒന്ന് തന്നെ. അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയിൽ മാനായതം ജനനി മീനായതം, അപ്പോൾ മാനായതും ജനനി മീനായതും, എന്നിട്ട് നീ നാഗവും നഗകം താനായതം ധരനദീ നാരിയം നരനും ആ നാഗവും നരകവും നീ നാമരൂപം അതിൽ നാനാവിധ പ്രകൃതിമാനായി നിന്നറിയും ഈ ഞാനായതം ജനനി ഹേ നാദരൂപിണി അഹോ നാടകം നിഖിലവും. എല്ലാമാര നീ, എല്ലാമാര ഞാൻ. പിടുത്തം കിട്ടണ്ടോ? എല്ലാം നീ, എല്ലാം ഞാൻ. എല്ലാം കണ്ണോത്ത് കണ്ണൻ എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാം ഞാൻ. ഞാനാരാ? കണ്ണോത്ത് കണ്ണൻ. കണ്ണോത്ത് കണ്ണൻ എവിടെ? എല്ലായിടത്തും. എന്നിലോ കണ്ണോത്ത് കണ്ണൻ, കണ്ണോത്ത് കണ്ണനിലോ ഈ പറയുന്ന ഞാൻ. യോമാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി എന്ന് ഗീത. അധികം നീട്ടിക്കൊണ്ടുപോയി ഭ്രാന്തി പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പം ഏകദേശമൊക്കെ ഒരു ഭ്രാന്തായി കാണുമെന്ന് കരുതുന്നു. ഈ ചതുശ്ലോകി എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കടന്നതേ ഉള്ളൂ. അവിടെ വന്നപ്പോഴേക്കും എല്ലായിടത്തും എന്നെ കാണുക, ഞാനെന്നിയെ കാണുന്നില്ലൊന്നും ഒരേടത്തും. ആത്മാനന്ദസ്വാമികൾ ഞാനെന്നിയെ കാണുന്നില്ലൊന്നും ഒരേടത്തും ജ്ഞാനസ്വരൂപി ഞാൻ അദ്വയൻ വിജ്ഞാനരൂപി ഞാൻ ശാശ്വതൻ. എനിക്ക് മരണമില്ല, അതുകൊണ്ട് ഞാൻ അദ്വയനാണ്, ശാശ്വതനാണ്. ഞാൻ രണ്ടല്ലാത്തൊരവസ്ഥ, ഏകം ഒന്ന് എന്ന് പറയുന്ന അവസ്ഥയിലുള്ളവനാണ് ഞാൻ. ഞാൻ വാസ്തവത്തിൽ ശാശ്വതമായിട്ടുള്ള ആത്മസ്വരൂപമാണ്. എന്നെ വിട്ടിട്ട് മറ്റാരെയും എങ്ങും കാണാനില്ല എന്ന് അദ്ദേഹവും പാടി. കാരണം എന്താ? അതാണ് അദ്വൈത ചിന്ത പദ്ധതി. അപ്പം നമ്മളെല്ലാവരും തന്നെ ചിന്തിക്കേണ്ട ഭാഗവത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഐക്യം. എന്തെന്നില്ലാത്തൊരു യോഗാവസ്ഥ, സമത്വം. എല്ലാവരും ഒമ്മ എന്ന് പറയുന്ന ചിന്താഗതി അതുണ്ടാക്കിയെടുത്തേ മതി. അതിനുള്ള വിധിയാണ് ഭാഗവതം. നാളെ വായിക്കാനിരിക്കുന്ന കപിലൻ്റെ ഗീത, അവിടെയും നിങ്ങൾ വായിച്ച് പഠിക്കാൻ പോകുന്ന ഇത് തന്നെയാണ്. ഈ പറയുന്ന സമത്വം എന്ന് പറയുന്നൊരു ബോധം നമ്മളിലേക്കുണ്ടായേ മതിയാവും. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും അത്തരത്തിലുള്ള സമത്വബോധം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ശൈവ സമ്പ്രദായത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു കൃതി അഥവാ ശങ്കരാചാര്യസ്വാമികളുടെ ഒരു കൃതി ജപിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. ഓം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. മനോബുദ്ധ്യഹങ്കാര ചിത്താനി നാഹം ന ച ശ്രോത്രജിഹ്വേ ന ച ഘ്രാണനേത്രേ ന ച വ്യോമ ഭൂമിർന തേജോ ന വായോ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. മനോബുദ്ധ്യഹങ്കാര ചിത്താനി നാഹം ന ച ശ്രോത്രജിഹ്വേ ന ച ഘ്രാണനേത്രേ ന ച വ്യോമ ഭൂമിർന തേജോ ന വായോ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ന ച പ്രാണസജ്ഞോ ന വൈ പഞ്ചവായോർന വാ സപ്തധാതുർ ന വാ പഞ്ചകോശ ന വക്പാണിപാദം ന ചോപസ്തപായോ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം.